9:34 ആയി, മാക്സിമം 9:45 മാക്സിമം അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത്രക്ക് ടഫ് ആണോ? അല്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്ക് എടുത്ത സംഭവം കേട്ടോ, നിങ്ങൾ ചെയ്ത സംഭവം അത്.
7-8 പേര് ചെയ്തു അല്ലേ? ബാക്കി ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട് പ്ലീസ്. ഓക്കെ, സി എനിക്കറിയാം. എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് പുറമെ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, അറിയാം. ക്ലോസ് ആൻസർ എടുത്തിരുന്നു പറയാം. നമുക്ക് നോക്കാം. സി, നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്, ആദ്യം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാം. നമുക്കതൊന്ന് ബ്രേക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ജനറേറ്റ് എവറി 60 days ഷോയിങ് ടോട്ടൽ റവന്യൂ ആൻഡ് ട്രാൻസാക്ഷൻ കൗണ്ട്, രണ്ടും വേണം. ടു, ഫോർ ഈച്ച് സെയിൽസ്മാൻ വൈസിലാണ് വേണ്ടത്. ബൈ ജിയോഗ്രഫി, അതും വേണം. അപ്പം ഇതില് നമ്പർ എന്താന്നുള്ളത് നമുക്കറിയാം. വാല്യൂസ് അല്ലെ, ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന്. വാല്യൂസ് എന്താന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, ഇത് വാല്യൂസ് ആണ്. പിന്നെ എവറി റിപ്പോർട്ട്, ഐ മീൻ എവറി 60 ഡേയ്സ് ആണ്. റോല് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, സെയിൽസ്മാൻ വേണമെങ്കിൽ റോല് കീപ്പ് ചെയ്യാം, ജിയോഗ്രഫി വേണമെങ്കിൽ കോളത്തിൽ കീപ്പ് ചെയ്യാം. പിന്നെ ബാക്കി ഇത് എന്താണെന്നുള്ള ലാസ്റ്റിലേക്കാണ്, അത് വേറെ തന്നെ ഏരിയ ആണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ആദ്യം ഇതൊന്ന് ഫുൾഫിൽ ചെയ്യാം. സോ ലെറ്റ് മീ ഗോ ബാക്ക് ടു ദി ഷീറ്റ്, ഇൻസേർട്ട്. സപ്പോസ് എവറി 60 days അല്ലെ, ഇപ്പൊ ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത ഡേ വൈസ് ബൈ ഡിഫോൾട്ട് കിട്ടും. യുണീക്ക് ഐറ്റംസ് ഇവിടെ ജനറേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇത് നമ്മൾ എടുത്ത സംഭവം അല്ലെ, ഗ്രൂപ്പ് ചെയ്യുന്നു. ഡേയ്സ്, മേക്ക് ഇറ്റ് 60. അപ്പൊ ആ ബ്രേക്ക് കിട്ടി. എവറി 60 days റേഞ്ച്. എവറി 60 days എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ടോട്ടൽ റവന്യൂ, സം ഓഫ് റവന്യൂ വേണം, അതുപോലെ തന്നെ കൗണ്ടും വേണം. അപ്പം ഞാൻ ജസ്റ്റ് റവന്യൂ ബൈ ഡിഫോൾട്ട് വരുന്ന ഫംഗ്ഷൻ എന്താണ് എനിക്ക് കിട്ടുന്നത്? സം ആണ്. കൗണ്ടും വേണം. അതിനൊരു ടെംപ്ലേറ്റ് വേണമെങ്കിൽ വീണ്ടും റവന്യൂ താഴേക്ക് ഇടുന്നു. ഞാനൊന്ന് കൗണ്ട് ആക്കുന്നു. വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ്, കൗണ്ട്. ശേഷം എന്തിന്റെ ബേസിലാണ് വേണ്ടത്? ഓരോ ജിയോഗ്രഫി ബേസിലാണ് വേണ്ടത്. ജിയോഗ്രഫി എടുത്തിട്ട് ഞാൻ കോളത്തിലേക്ക് ഇടുന്നു. അതും എഗെയിൻസ്റ്റ് ഈച്ച് സെയിൽസ് പേഴ്സൺ. സെയിൽസ്മാൻ എടുത്തിട്ട് ഞാൻ റോയിലേക്ക് ഇടുന്നു. ഇതുവരെ ചെയ്യാത്ത ആൾക്കാരോട് ചോദിക്കുന്നത്, ക്ലിയർ ആയോ? ഇതുവരെ എവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടോ? കാരണം നമ്മൾ ഒരു അഡ്വാൻസിലേക്ക് എത്തണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിന് ശേഷം അഡ്വാൻസ് എടുത്ത് പിന്നെ കാര്യമില്ല. ക്ലിയർ ആണോ? സ്പെഷ്യലി ലാസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ക്ലിയർ ആണോ എങ്ങനെ എടുത്തതെന്നുള്ളത്? അൽഫാൻ, Yeah. സോ ഇത് ക്ലിയർ ആണ്. Yeah. ഇതിന്റെ അകത്ത് നമ്മുടെ കോളത്തിന്റെ അകത്തേക്കില്ല ഇപ്പൊ സം ഓഫ് വാല്യൂസ് എങ്ങനെ വരുന്നത്? ബേസിക്കലി നമ്മൾ ഇപ്പം നമ്മളിപ്പോ ഫീൽഡ് സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ആ വാല്യൂ ഫീൽഡ്, അതിന്റെ അകത്ത് നമ്മളിപ്പം സം ഓഫ് വാല്യൂസ് ഉണ്ടല്ലോ, ഇതിന്റെ ഓക്കെ അകത്തേക്കല്ല ഓക്കെ കൗണ്ട് ഇട്ടത്. പക്ഷെ ജോഗ്രഫിയിലേക്ക് നമ്മൾ കോളംസിലേക്ക് ഇപ്പൊ ജോഗ്രഫി അല്ല ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ സം ഓഫ് വാല്യൂസ് എങ്ങനെ അങ്ങോട്ടേക്ക് വന്നത്? സി, ഞാൻ പറഞ്ഞത് അത് ജസ്റ്റ് ഇപ്പൊ ഞാനത് എല്ലാം ഒന്ന് കാണിച്ചു, അതെങ്ങനെ റിഫ്ലക്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഡേയ്സിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ വേണ്ട, ഒരു ബേസിക് സംഭവം. അപ്പോൾ സെയിൽസ് നെയിം അഗെയിൻസ്റ്റ്, ഐ മീൻ റവന്യൂ അഗെയിൻസ്റ്റ് ഈ സെയിൽസ്മാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ വന്നിട്ടില്ല. ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായത്. ഇവിടെ വന്നിട്ടില്ലല്ലോ, അവിടെ എങ്ങനെ വന്നു എന്നുള്ളതിൽ, റൈറ്റ്? എക്സാക്ട്ലി. യാ, അപ്പൊ ഞാൻ തിരിച്ച് ഇതിലേക്ക് വരുന്നു. ഞാൻ ഡേറ്റ് നോർമലി ഇടുന്നു, റോയിലേക്ക് റവന്യൂ ഇടുന്നു, അവിടെയും വന്നിട്ടില്ല. പക്ഷേ റവന്യൂ ഞാൻ, ഐ മീൻ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഗ്രൂപ്പ് 75, സോറി 60 days ഇട്ടു. ശേഷം ഇവിടെ ബൈ ഡീഫോൾട്ട് ഒറ്റ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തത്. വീണ്ടും ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു.
ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. Exactly. ഞാൻ മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യും കോളത്തിൽ. Okay. ബാക്ക് എൻഡിലുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് അത്. ഞാൻ എന്താക്കുന്നു, കൗണ്ടിലേക്ക് മാറ്റും. കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വന്നു. ഇനി ഡെപ്തിലേക്ക് പോവാണ്. ഓൺ വാട്ട് ബേസിസ്? ജോഗ്രഫി ബേസ്. ഈതർ വി ക്യാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇൻ ടു റോസ് ഓർ കോളംസ്. ഞാൻ കോളത്തിലേക്ക് ഇട്ടു. സെയിൽസ് റെപ്പ് നെയിം പ്ലേസ് ചെയ്ത് വിട്ടിട്ടു. അതായത് കോളത്തിലെ വാല്യൂസ് എന്നുള്ള അത് റിഫ്ലക്ട് ആവും once you place a multiple functionality together. മറ്റേ സിംഗിൾ കിട്ടില്ല. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് ഇതുവരെ സെറ്റ്. ഇനി അടുത്ത് എടുക്കുന്നതാണ് ഇതുവരെ ഉള്ളതാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഇതാണ് എനിക്ക് തോന്നുന്നു ചിലക്ക് മറന്നിട്ടുണ്ടാവാം. സെപ്പറേറ്റ് ഷീറ്റിൽ കിട്ടണം ഈച്ച് പ്രോഡക്റ്റ്. അതിന്റെ ബേസിക് ക്രൈറ്റീരിയ എന്താ? ചെയ്യാത്ത ആൾക്കാരോട് ചോദിക്കട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവിടെ? എനിക്ക് പ്രോഡക്റ്റ് വൈസ് സെപ്പറേറ്റ് ഷീറ്റ് കിട്ടണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ആഡ് ചെയ്യണം? ഫിൽറ്ററിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. എന്നാലേ നമ്മുടെ ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജ് എന്നുള്ള ആ ഫീൽഡ് ഇവിടെ റിഫ്ലക്ട് ആവുള്ളൂ. സി, അല്ലെങ്കിൽ ഡിസേബിൾ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഷീറ്റിൽ പ്രോഡക്റ്റ് വൈസിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും സ്റ്റക്ക് ആയിരുന്ന ആൾക്കാർ ചോദിക്കാം. ഇപ്പൊ നേരത്തെ അഭിലാഷ് ഡൗട്ട് ചോദിച്ചു, അതുപോലെ ചോദിക്കാം, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എനിക്ക് ഇങ്ങനെയല്ല കിട്ടുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എന്താന്നുള്ളത്? വളരെ സിമ്പിളാ. സിമ്പിൾ. ഇന്നലെ നമ്മുടെ ഡൗട്ട് ക്ലിയർ സെക്ഷനിൽ ഒരാൾ ചോദിച്ചു എന്നോട് ഓപ്പൺ ആയിട്ട്, സംഭവം മനസ്സിലായിട്ടുണ്ട്, മൂപ്പര് ആദ്യമായിട്ടാണ് പിവോട്ട് ഇനീഷ്യലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇപ്പോഴും ലോജിക്ക് അറിയാത്തത് എന്തിന്റെ ബേസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. റോസിലേക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇടേണ്ടത്, വാല്യൂസിലേക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇടേണ്ടത്, അല്ലെങ്കിൽ കോളത്തിലേക്ക് എന്ത് ബേസിൽ ഇടേണ്ടത്. വളരെ സിമ്പിൾ ലോജിക് ആട്ടോ. സി, ജസ്റ്റ് ഒന്ന് എല്ലാം ഇതിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു ടെംപ്ലേറ്റിൽ കണ്ടില്ലേ, നമുക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത്. നമ്പേഴ്സ് ആകെയുള്ള റവന്യൂ മാത്രമാണ്. ആ റവന്യൂ ബൈ ഡിഫോൾട്ട് നമ്പേഴ്സ് എന്തായിരിക്കും? വാല്യൂസിലായിരിക്കും. പക്ഷെ ടെക്സ്റ്റ് എന്തൊക്കെയാണോ അത് നമുക്ക് ഈതർ കോളത്തിലോ റോയിലോ ഈവൻ ഫിൽറ്ററിലോ പ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ റവന്യൂ അഗെയിൻസ്റ്റ് ഈച്ച് പ്രോഡക്റ്റ് അണ്ടർ റെസ്പെക്റ്റീവ് ജിയോഗ്രഫി. അപ്പൊ ഇതിൽ റവന്യൂ എന്നുള്ളത് എന്താണ്? വാല്യൂസിലാണ്. അത് കിട്ടും. ജിയോഗ്രഫിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റുമാണ് എനിക്ക് വേണ്ടത്. രണ്ടും ടെക്സ്റ്റാണ്. നമുക്ക് വേണ്ടി രണ്ടും ടെക്സ്റ്റും റോയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കോളത്തിൽ കൊടുക്കാം. ഇതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഫീൽഡ് റോ ആണ് കേട്ടോ. രണ്ടും കോളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റീഡ് ചെയ്യാൻ. രണ്ടും വേണമെങ്കിൽ റോയിൽ കൊടുക്കാം. അതുകൊണ്ടാണ് ഇപ്പം ഈവൻ എക്സൽ, ഇപ്പം ഞാൻ റോ വാല്യൂസും അതും കീപ്പ് ചെയ്തു. ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത് കോളത്തിലേക്കുള്ള പ്ലേസ് ചെയ്യുന്നത് റോയിലേക്കാണ്. കണ്ടില്ലേ? വീണ്ടും ജിയോഗ്രഫി ക്ലിക്ക് ചെയ്യുന്നു, റോയിലേക്കാണ് വരുന്നത്. കണ്ടില്ലേ? ഞങ്ങളായിട്ടാണ്, നമ്മളെ യൂസേഴ്സ് ആണ് മാനുവലി കോളത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, അതിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റിലേക്ക്. സിമ്പിൾ. പിന്നെ ഫിൽറ്ററിൽ കൊടുക്കേണ്ടത് കൊടുക്കാം, അത്ര മാത്രം. ഞാൻ അന്ന് ചോദിച്ചിരുന്നു, ഹൗ ഡു യു വാണ്ട് ടു റേറ്റ് യുവർ സെൽഫ് ഔട്ട് ഓഫ് 10 എന്നുള്ളതിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ റേറ്റ് ചെയ്യുന്നുള്ളത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 3-2 പറഞ്ഞ ആൾക്കാർ ചോദിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഓൾമോസ്റ്റ് നെക്സ്റ്റ് ലെവൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സംശയങ്ങൾ. യാ, ഒന്ന്, ഞാൻ കൗണ്ട് ഇട്ടപ്പോ ഇപ്പോ ഏഷ്യ, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെ ഇതിൽ കൊടുത്തല്ലോ നമ്മള്. അപ്പൊ ഏഷ്യ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് അതിന്റെ സം ഓഫ് റവന്യൂ വരുന്നുണ്ട്, ഓസ്ട്രേലിയ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് സം ഓഫ് റവന്യൂ വരുന്നുണ്ട്. അങ്ങനെ 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 വരുന്നുണ്ട്. അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഉദ്ദേശം എങ്ങനെ ആയിരിക്കും, ചില ആൾക്കാർക്ക് കിട്ടുക ഫസ്റ്റ് കൗണ്ട് ആയിരിക്കും, പിന്നെ ഒരുമിച്ച് സം ആയിരിക്കും. ഇതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയും കിട്ടാം ഒരു റിപ്പോർട്ട്. ചില ആൾക്കാർക്ക് കിട്ടാം ഫസ്റ്റ് സമ്മ് കാണിക്കും, പിന്നെ റവന്യൂ കാണിക്കും. ഇതാണ് ഉദ്ദേശിച്ചത്. സം ഓഫ് റവന്യൂ ഇത് ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടോ? ഡ്യൂപ്ലിക്കേഷൻസോ? ഇല്ലല്ലോ. നിങ്ങൾ ഒന്ന് ഷീറ്റ് ഒന്ന് ഷെയർ ചെയ്യോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണോ അതോ? ആ സ്ക്രീൻ ഒന്ന് നോക്കാമല്ലോ, ഇവിടെ സംഭവിച്ചെന്നുള്ളത്. പറ്റോ? ഞാൻ ക്ലോസ് ചെയ്യാം എന്റെ സ്ക്രീൻ. പറ്റോ? ഓക്കെ, ചെയ്തു. ഒന്ന് നോക്കൂ പ്ലീസ്. ഇത് ഞാൻ ആൻസർ പറയുന്നില്ല, വേറെ ആർക്കെങ്കിലും ആൻസർ ഷൂട്ട് ചെയ്യാം, അതിനുശേഷം ഞാൻ ഡിസ്കസ് ചെയ്യാം എന്താ സംഭവിച്ചു നമുക്ക് നോക്കാം. യാ, കാണുന്നില്ലേ? യാ, കാണുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്. ഓ, സോറി, ഇവിടെ ഞാൻ കൗണ്ട് ആക്കിയിട്ടില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സമ്മിലാ രണ്ടുള്ളത് അല്ലേ? കൗണ്ട് ആക്കുന്നു ജസ്റ്റ് ഒന്ന്. ഡ്യൂപ്ലിക്കേഷൻസ് വരുന്ന നിങ്ങൾ രണ്ടും ഇട്ടുകൊണ്ടാണ് ഇപ്പം ക്ലിയർ ആയിട്ട് അല്ലേ? ഓക്കെ. പക്ഷെ എന്നാലും ഈ സം ഓഫ് റവന്യൂ ഈ സാധനം വരുന്നുണ്ടോ? ഇതെന്താ എങ്ങനെ വരുന്നത്? എങ്ങനെ വരുന്നത്? ഇതിങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ.
എന്തിന്റെ എവിടെ അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ പേര് നിങ്ങൾ സം ഓഫ് കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് പോകും ആ കൗണ്ട് ആക്കിയില്ലേ ആ അതിലേക്ക് ഒന്ന് ആ പോകും. യാ അതില് കസ്റ്റം നെയിം പറഞ്ഞ സംഭവം ഉണ്ട് ഫീൽഡ് അവിടെ മാറ്റിയാൽ മതി. വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് യെസ് മേലെ കണ്ടില്ലേ അതൊന്ന് മാറ്റൂ. ജസ്റ്റ് ഒന്ന് കൗണ്ട് നോക്കാം. ഒന്ന് വെറുതെ ഒന്ന് കൗണ്ട് നോക്കി കൗണ്ട് ഓഫ് റവന്യൂ ഒന്ന് കൗണ്ട് മാത്രം വെക്കാം. ഒന്ന് ഓക്കെ അടിക്കോ. യാ മറ്റേത് സമ്മും കിടന്നോട്ടെ. മറ്റ് സമ്മിന്റെ അങ്ങോട്ട് പോയിക്കോളൂ. സം ഓഫ് റവന്യൂസ് കൗണ്ട് സം എന്ന് മാത്രം ചെയ്താൽ മതി. അതേപോലെ തന്നെ സം ഓഫ് റവന്യൂ യാ അതവിടെ ഐ മീൻ കൗണ്ട്. വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സിൽ താഴെ പോയിട്ട് ആ ഫീൽഡിനോട് ബോക്സിൽ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ആ യാ അവിടെ ചെയ്തു നോക്കൂ. കസ്റ്റം ചെയ്തു നോക്കൂ. യാ ഒന്ന് സമ്മ് മാത്രം ഇട്ടോളൂ. ഇതാണോ റഹനാസ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. പക്ഷെ ഞാന് ആ, ഇല്ല, നേരത്തെ അൽഫാൻ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ വന്നില്ലല്ലോ. ടോട്ടൽ എങ്ങനെ കൗണ്ടല്ലേ വന്നത്. ടോട്ടൽ കൗണ്ട് അല്ലേ വന്നതെന്നോ? അതായത് ആ, എല്ലാത്തിന്റെയും കൂടി ഒറ്റ കൗണ്ടല്ലേ വന്നിട്ടുള്ളൂ. രഹ്നാസ് ഉദ്ദേശിച്ചത് ആദ്യം പുള്ളിക്കാരന് വന്നത് ഫുള്ള് അൽഫാൻ ആദ്യം വന്നത് ആദ്യം ഫുള്ള് സമ്മും പിന്നെ കൗണ്ടിന്റെ പാട്ടും ആ ആണ്. അത് രഹ്നാസിന് മനസ്സിലായി. മനസ്സിലായി. അതാണ് നേരത്തെ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് സ്ക്രീന്. ഞാൻ അത് നേരത്തെ കാണിച്ചിട്ട് ഒന്ന് സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്തു റഹനാസ്, ഞാൻ പറഞ്ഞുതരാം. ഒരു സംശയം കൂടി ഉണ്ട്. യാ അതായത് ഇപ്പൊ ഞാൻ ഇവിടെ തൊടുമ്പോ എനിക്ക് എന്ത് വരുന്നില്ല, പിവറ്റ് ടേബിളിന്റെ പിന്നെ ആ ഒരു ഓപ്ഷൻ ഒന്നും മുകളിൽ വരുന്നില്ല കേട്ടോ. ഹോം ഇൻസേർട്ട് ഡ്രോപ്പ് അതിലൂടെ പിവറ്റ് ടേബിൾ വരുന്നില്ല. അതുകൊണ്ടായിരിക്കും. നിങ്ങളൊന്ന് ഏതെങ്കിലും ഒന്ന് സെല്ല് സെലക്ട് ചെയ്യോ. ടേബിളിന്റെ ഏതെങ്കിലും സെല്ല് ഡാറ്റ അടിക്കാൻ ആ വരുന്നില്ല. ഒറ്റ സെക്കൻഡ്. ഇതിന്റെ അപ്ലോഡ് ബ്ലോക്ക്. ഒറ്റ സെക്കൻഡ്. വൺ സെക്കൻഡ്. ഷോ വാല്യൂ ഫിൽസ് ഷോ വാല്യൂ ഫിൽസ് അല്ലല്ല താഴെ ഏറ്റവും ഷോ ഫീൽഡ് ലിസ്റ്റ് ഇവിടെ ഓക്കെയാണ്. ഇത് കിട്ടേണ്ടതാണ്. ഇത് സേവ് ചെയ്തല്ലേ അല്ലേ റഹ്നാസ്? ഒന്ന് സേവ് കോപ്പി അടിക്കുന്നു. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ബ്ലോക്ക് ഒന്ന് നോക്കിക്കോളൂ. സേവ് ചെയ്യോ എവിടെയെങ്കിലും ഒന്ന്. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തോളൂ. സേവ് ചെയ്തു. പറ്റുകയാണെങ്കിൽ ഈ ഷീറ്റ് ഒന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്തു. ഇതിനകത്ത് ഞാൻ നോക്കട്ടെ. എൻ്റെ ഇതിൽ ഓപ്പൺ ചെയ്യുന്ന വേർഷൻ ഇഷ്യൂ ആണ്, എനിക്ക് അറിയില്ല. കിട്ടേണ്ടതാണ്. നോക്കാം. ഓക്കെ. ഇതൊന്ന് ക്ലോസ് ചെയ്ത് സ്ക്രീൻ മറ്റേ ആൻസർ തരാം. വൺ സെക്കൻഡ്. അല്ല അസൈൻമെന്റ് തരാം. ഒരു റീക്യാപ്പ് എന്നുള്ള അസൈൻമെന്റ് തന്നത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകട്ടോ. അടുത്തതിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റഹനാസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ പറഞ്ഞുതരാം. വൺ സെക്കൻഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ചില ആൾക്കാർക്ക് കാണിക്കുന്നത് ആദ്യം കൗണ്ട് മൊത്തം കാണിക്കും, ചിലത് സമ്മ് മൊത്തം കാണിക്കും, ചിലത് ഫസ്റ്റ് കൗണ്ട് ഫസ്റ്റ് സമ്മ് കാണിക്കും. അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? റഹനാസിന്റെ എങ്ങനെയാ കാണിച്ചത്? ഫസ്റ്റ് കൗണ്ട് പിന്നെ സം പിന്നെ കൗണ്ട് പിന്നെ സം അങ്ങനെയല്ലേ കാണിച്ചത്? അത് തന്നെ. നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം ഒന്ന് അൺടിക്ക് ചെയ്തു. ഒപ്പം ആ റോല് ഇപ്പൊ രണ്ടും കൂടെ മിക്സ് ആയിട്ടാ വരുന്നത്, ഡേറ്റും അതേപോലെ തന്നെ പേരും. ഡേറ്റും പേരും നിങ്ങൾ റോയിൽ വെച്ചുകൊണ്ടാണ് അത് മൂവ് ചെയ്താൽ മതി. കോളത്തിലേക്ക് വെച്ചാൽ മതി. അത് പൊസിഷൻ അനുസരിച്ചിട്ടാണ്. സി ആദ്യം ഞാൻ അതൊന്ന് ബ്രേക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. സോറി 60 days 60 days ഓക്കെ. ഇതിന് ശേഷം ഞാൻ നേരത്തെ ഡയറക്റ്റ്ലി ചെയ്ത് രണ്ടും ഒരുമിച്ചിട്ടതാണ് അല്ലെ. അപ്പം അതിന് മുന്നേ ഞാൻ ജോഗ്രഫി ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നു കോളത്തിൽ, പിന്നെ ഞാൻ സെയിൽസ്മാൻ ഇവിടെ വെക്കുന്നു, ലാസ്റ്റിലേക്ക് റവന്യൂ വെക്കുന്നു, പിന്നെ പ്രൊഡക്റ്റും വെക്കുന്നു. ഇപ്പൊ റെഡി ആയോ എന്റേത്? നിങ്ങളെ പോലെ ആയോ? പോയി. അതെ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ആരെങ്കിലും നോട്ട് ചെയ്തോ സംഭവം എന്താന്നുള്ളത് സംഭവിച്ചത്? ആരെങ്കിലും പറയാൻ പറ്റും? നേരത്തെ എന്റേത് അങ്ങനെ അല്ലല്ലോ, ഇപ്പൊ എങ്ങനെ ആയി? എന്തുകൊണ്ടാ? എനിക്ക് കോളംസിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കോളംസിലെ വാല്യൂസ് ജോഗ്രഫിയുടെ മേലേക്ക് യെസ് ഞാൻ അത് shift ഇന്റർചേഞ്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കണ്ടില്ലേ, സിമ്പിൾ. ആ പൊസിഷൻ മാറ്റിയാൽ മതി. ഇപ്പൊ സെയിം ആൻസർ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടിയും എഫക്റ്റീവ് ആകുമ്പോൾ റഹനാസ് കാണിച്ച പോലെ തന്നെ ഇതാണ് നല്ലത്. ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നോക്കൂ, റഹനാസ് പറഞ്ഞു ഇതാണോ ചോദിച്ചത് നിങ്ങൾ? എന്റേത് സെയിൽസ് നെയിം ഇവിടെ കാണിച്ചു, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം.
നമുക്കിത് വേണമെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ ഫിൽറ്ററിലേക്ക് ഇടാം, നോ ഇഷ്യൂ. പക്ഷെ ഫിൽറ്ററിൽ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോളത്തിലേക്ക് ഇടാം. ജോഗ്രഫി വേണമെങ്കിൽ താഴെ വെക്കാം. വാല്യൂസിലൊന്നും കളിക്കേണ്ട, ടെക്സ്റ്റിൽ എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. ജോഗ്രഫി ഡേറ്റ്സിന്റെ അതേ ലൈനിൽ വരാൻ പറ്റുമോ? ജോഗ്രഫി ഡേറ്റിന്റെ അതേ ലൈനിലോ? അതാ അങ്ങനെയല്ല ഞാൻ ഇത് ഈവൻ മൂന്നും വെക്കാം. കാരണം മൂന്നും വെച്ചാലുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈഡായി തോന്നില്ല റിപ്പോർട്ട്, ആ വേർട്ടിക്കലി റീഡ് ചെയ്യാൻ സുഖമായിരിക്കും. കണ്ടില്ലേ? കാണുന്നില്ലേ? പക്ഷെ എന്റെ പിവറ്റ് ടേബിളിന്റെ ബാറും മുകളിൽ വരാത്തത് ഭയങ്കര കഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒരു കാര്യം, ആ സേവ് ചെയ്ത ഫയൽ നിങ്ങളൊരു എനിക്കൊന്ന് വർക്ക്ഷീറ്റിൽ അയച്ചു തന്നാൽ മതി. പൊതുവെ കിട്ടേണ്ടതാണ്. അതിന്റെ ഇഷ്യൂ ഉണ്ടാവും, വേർഷൻ ഇഷ്യൂ മാത്രം, അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ഉണ്ടാവും എന്തെങ്കിലും. നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ ആ ഒരു നമ്മളെ പബ്ലിക് ഇതുണ്ടല്ലോ, ഈ ഒരു സൂമിന്റെ ചാറ്റിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്തോളൂ. ഒന്ന് എല്ലാവരും നോക്കട്ടെ, എല്ലാവരും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ എൻ്റെ നോക്കാൻ നിങ്ങൾ പബ്ലിക് ആയിട്ട് ഇപ്പൊ തന്നെ അയച്ചോളാം, സേവ് ചെയ്തിട്ട് നോക്കട്ടെ. ആ നമ്മള് ആയിട്ട് കൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഓക്കെ, അപ്പോഴാണല്ലോ നമ്മുടെ സംഭവ വാല്യൂസ് നിങ്ങളെ വോയിസ് ഓഡിബിൾ അല്ല, ചെറിയ ബ്രേക്ക് വരുന്നത്. ഹലോ ഹലോ അഭിലാഷ്, പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു എക്കോ ഫീലിംഗ്. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വെച്ചാലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ കൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ടാണല്ലോ കോളംസിലേക്ക് സം ഓഫ് വാല്യൂസ് വന്നിട്ടുള്ളത് അല്ലേ? അതെ, ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഞാൻ വേറൊരു ഫീൽഡും കൂടെ ആവറേജ് ഓഫ് റവന്യൂ കൊടുത്തു കഴിഞ്ഞെങ്കിൽ വീണ്ടും എന്താ വരും? അപ്പൊ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ട് ആവും. വീണ്ടും വരില്ല, വാല്യൂസ് എന്നുള്ള സംഭവം അത് ഒറ്റ തവണ ഒന്നിൽ കൂടുതൽ കൊടുത്താൽ വരുള്ളൂ. അതെയല്ലേ? പിന്നെ ഇവിടുന്ന് മാറ്റിയാൽ മതി. ആവറേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്തും കൊടുക്കില്ല. മൾട്ടിപ്പിൾ ഇതിനാണ് ഇത് റിഫ്ലക്ട് ആവുന്നത്, ഒന്നിൽ കൂടുതൽ. ഓക്കെ, ഇത് ബാക്ക് എൻഡ് നടക്കുന്നതായിരിക്കും. ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത്. യെസ്. റഹ്നാസ് ഫയൽ അയച്ചിട്ടുണ്ട്. റഹ്നാസിന്റെ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഇതെന്താ സംഭവം എന്നുള്ളത്. സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. യാ, ഈ സിഗ്മ വാല്യൂസ് വരുന്നത് ഓൺലി ന്യൂമറിക്കൽസിനല്ലേ? സിഗ്മ വാല്യൂസ് വരുന്നത് അതായത് കോളമില് ആ ന്യൂമറിക്കൽസ് വരുമ്പോ അല്ലേ അങ്ങനെ വരുന്നുള്ളൂ? ഇവിടെ വാല്യൂസ്, ഇവിടെ വാല്യൂസ് ബോക്സിൽ അതായത് നമ്മള് വാല്യൂസില് റെപ്ലിക്കേഷൻസ് വരുമ്പോ അല്ലേ അങ്ങനെ വരുന്നുള്ളൂ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഇതാണോ ഉദ്ദേശിച്ചത്? യെസ് യെസ്, മനസ്സിലായി. ഇതാണോ? അതെ അതെ അത് ന്യൂമറിക്കൽസ് വരുമ്പോ മാത്രല്ലേ വരുള്ളൂ? അതെ അതെ. ഓക്കെ. അതുപോലെ ഈ വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സിന്റെ വിൻഡോ വരുന്നില്ലേ, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിലൊരു കൗണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതെന്താ സംഭവം? എന്ത് നമ്പേഴ്സ്? കൗണ്ട് നമ്പേഴ്സ്, കൗണ്ട്, ആവറേജ്, മാക്സ്, മിന്, പ്രോഡക്റ്റ്, കൗണ്ട് നമ്പേഴ്സ്. ഇതാണ് കൗണ്ട് എന്നാ ഉദ്ദേശിക്കുന്നത്? അല്ല, താഴെ പോയാല്, കുറച്ചും കൂടി താഴെ പോയാല് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, ഒരു Okay. കൗണ്ട് നമ്പേഴ്സ് കണ്ട? കൗണ്ട് നമ്പേഴ്സ്. ആ കൗണ്ട് നമ്പേഴ്സ് എനിക്ക് തോന്നുന്നു ആ പ്രൊഡക്റ്റിന്റെ താഴെ കൗണ്ട് നമ്പേഴ്സ്. ഐ നീഡ് ടു ചെക്ക്. നോട്ട് ഷുവർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാറ്റിക്സ് മെത്തേഡ് ആണ്. ഐ നീഡ് ടു ചെക്ക്. എന്താണെന്ന് അറിയില്ല, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ആർക്കെങ്കിലും അറിയോ കൗണ്ട് നമ്പേഴ്സ് എന്താന്നുള്ളത്? വേരിയൻസ് അനാലിസിസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആ തോന്നുന്നു. അത് ആണ്. ഞാനിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണ്ടായിലുള്ള ടേംസ്. ഓക്കെ. കൗണ്ട് നമ്പേഴ്സ് ആർക്കെങ്കിലും അറിയാണെങ്കിൽ പറയാം. കൗണ്ട് നമ്പേഴ്സ് ഞാൻ ചൂസ് ചെയ്ത് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. മറന്നുണ്ട്, കറക്റ്റ്. ഞാൻ നോക്കിയിട്ട് പറയാം സുമയ്യ കേട്ടോ. നോക്കിയിട്ടുണ്ട്. ഓക്കെ. റനാസ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? റനാസ് അയച്ച ഷീറ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഞാനൊന്ന് ഫയൽ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോ സാധനം വന്നു അല്ലെ? നിങ്ങളെ വേർഷന് ഒറിജിനൽ വേർഷൻ അല്ലേ? ക്രാക്ക് ഒന്നല്ലല്ലോ? ക്രാക്ക് അല്ല, സിസ്റ്റം വാങ്ങിച്ചപ്പോ കിട്ടിയ എന്ത് സിസ്റ്റം വാങ്ങിച്ചപ്പോ ഉണ്ടായിരുന്ന കൗണ്ട് നമ്പേഴ്സ് ഡിവിഷൻ ആണ് വരുന്നത്. എങ്ങനെ ഡിവിഷൻ 175/4 റിസൾട്ട് ഉള്ള വരുന്നത്. എവിടെ ഈ കൗണ്ട് ഓഫ് നമ്പേഴ്സിന്റെ റിസൾട്ട് വരുന്നത് തന്നെ? അതറിയില്ല, ഞാൻ എനിക്ക് നോക്കണം എന്താന്നുള്ളത്. ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ നോക്കിയതാ. തന്നെ അതെന്താ സംഭവം അറിയില്ല. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. സമ്മർ കൗണ്ട് ആവറേജ് റെഗുലാറിറ്റി ഫ്രീക്വന്റ് ഉപയോഗിക്കുന്ന സാധനമുണ്ടോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയിട്ടില്ല. ഞാൻ കൗണ്ട് ഓഫ് നമ്പേഴ്സ് നോക്കി ഞാൻ പറയാം എന്താണെന്ന് അറിയില്ല ആക്ച്വലി. ഈ 1795/4 ചെയ്താൽ 448.75 തന്നെ? ഓക്കെ. അതെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ എന്താന്നുള്ളത്? എനി ഗസ്? നസ്രുദ്ദീൻ? Much repetition of this one, no product.
കൗണ്ട് ഓഫ് നമ്പേഴ്സ് അതായിരിക്കും പ്രൊഡക്റ്റിന്റെ റിപ്പീറ്റേഷനാ അല്ലേ? 4 തവണ 440 75 ഒറ്റ സെക്കൻഡ് നമുക്ക് അത് ചെറിയ റിപ്പോർട്ട് ഉണ്ടാക്കി നോക്കാം. ഒറ്റ സെക്കൻഡ്. സെയിൽസ് റെപ്പ് നെയിം ഒന്ന് മ്യൂട്ട് ചെയ്യും പറ്റുകയാണെങ്കിൽ പ്ലീസ്. റവന്യൂ താങ്ക് യു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ്, ഇത് കൗണ്ട് ഓക്കെ. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ്, കൗണ്ട് നമ്പേഴ്സ്, അതിൽ തന്നെ നിൽക്കുന്നത്. ഡിഫറൻസ് നോക്കേണ്ടി വരും, ഞാൻ നോക്കിയിട്ട് പറയാം എന്തായാലും. ഓക്കെ, വേറെ എന്തെങ്കിലും ഇതുവരത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളൊരു ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് ഒരു MIS-ലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം, അതുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഒരു ഡൗട്ട്, എനിക്ക് മറ്റേ പ്രൊഡക്റ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്തില്ലായിരുന്നോ? അത് സെപ്പറേറ്റ് ഷീറ്റിൽ എനിക്ക് വരുന്നില്ല. സെപ്പറേറ്റ് ഷീറ്റിലേക്ക് വരുന്നില്ല. ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഫിൽറ്ററിലേക്ക് വെച്ചിട്ടുണ്ട്. ഉണ്ട്. എന്നിട്ട് പ്യൂട്ടബിൾ അനാലിസിസിൽ പോയിട്ട് റിപ്പോർട്ട് ഫിൽറ്റർ പേജ് എടുത്തിരുന്നോ? ക്വിക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യോ സ്ക്രീൻ? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സ്ക്രീൻ? കിട്ടി. ഓക്കെ, എന്തായിരുന്നു പറ്റിയത്? അത് ക്ലിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോ ഈ നമ്മളിപ്പോ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് പിന്നെ ഫിൽറ്ററിൽ ഇട്ടല്ലോ, ഈ ഫിൽറ്ററിൽ നമുക്ക് അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷന്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാത്തിനും സെലക്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പിന്നെ പിവറ്റ് ടേബിളിന്റെ ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഷീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് ആകെ ഒന്നേ വരുള്ളൂ, സെലക്ട് ചെയ്ത് മാത്രമേ വരുള്ളൂ. ഒറ്റൊന്ന് വരുള്ളൂ. പിന്നെ അത് വീണ്ടും ക്ലിക്ക് ചെയ്ത് മൾട്ടി സെലക്ഷൻ ഓപ്ഷൻ ഇല്ല അതിൽ ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജിൽ. നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം മൾട്ടിപ്പിൾ ഫീൽഡ് ഫിൽറ്ററിലേക്ക്, പക്ഷേ നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ 1 by 1 ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അറ്റ് എ ടൈമിലുള്ള സംഭവമില്ല. ജനറേറ്റ് ചെയ്ത ഷീറ്റ്സിൽ എക്സ്ട്രാ ഷീറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യും. ഡേറ്റ മാത്രം കീപ്പ് ചെയ്യുക. ഓൾ ഓഫ് യു പ്ലീസ്, ഡേറ്റ മാത്രം ഒന്ന് കീപ്പ് ചെയ്യൂ. എനിക്ക് തോന്നുന്നത് റഹനാസിന്റെ ലാപ്ടോപ്പ് പുതിയ മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ തരും ചെയ്യും MS ഓഫീസ് ലൈഫ് ടൈം ഉണ്ടാവും ലൈഫ് ടൈം, പക്ഷെ സ്ലോലി ഓരോ വേർഷൻ ഓരോ ഓപ്ഷൻസ് ഡിസേബിൾ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടാവും ഇതിൽ. അപ്പോൾ അതുകൊണ്ടൊരു റീസൺ ആട്ടോ. രണ്ടാമത്തെ റീസൺ, വേറെ റീസൺ പൈറേറ്റഡോ അല്ലെങ്കിൽ ക്രാക്ക് വേർഷനോ ആവാം. നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു ക്രാക്ക് വേർഷൻ 2013 യൂസ് ചെയ്യുന്നത്, പഴയ വേർഷൻ. അതിലൊക്കെ എക്സ്ലുക്കപ്പ് ഒക്കെ വന്നു, ഞാൻ തന്നെ സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കൊരു സിമ്പിൾ റിപ്പോർട്ട് ഉണ്ടാക്കാം. വേണമെങ്കിൽ നോട്ട് ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുക, ഒരു ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു നെക്സ്റ്റ് അഡ്വാൻസിലേക്ക് പോകാം. കാരണം പവർ ബിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമുക്ക് ഇതിന്റെ ഒരു ഭാഗം, പിവോട്ട് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആവും നമുക്ക് നോക്കാം. കാരണം പിവോട്ട് എന്നൊക്കെ പറയും, പിവോട്ടിന്റെ ഒരു 10 times പവർഫുൾ ആണ് പവർ ബി ഐ. അപ്പം ഞാനതാ പറഞ്ഞത്, ബൈ ഡീഫോൾട്ട് എക്സലിന്റെ ടോപ്പിക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. പവർ ബിന്റെ സെപ്പറേറ്റ് തന്നെ ഉണ്ട്, പക്ഷെ എന്താ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇതിലേക്ക് വളരെ ചെറിയ റിപ്പോർട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. സെയിൽസ് റെപ്പ് നെയിം drag and drop into row field, revenue into value field, geography into filter. ഒന്ന് ചെയ്തു വെക്കോ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ചെയ്ത് കഴിഞ്ഞായിരിക്കുന്നു ക്വിക്കായിട്ട്. അതായത് ടോട്ടൽ റവന്യൂ അഗെയിൻസ്റ്റ് ഈ സെയിൽസ് പേഴ്സൺ. ജിയോഗ്രഫി ഞാൻ ഫിൽറ്ററിൽ കൊടുത്തു. ഞാൻ ഇതുവരെ നമ്മൾ ഒരുമിച്ച് ഇപ്പം ഇതുവരെ പഠിച്ചതും കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ ടേബിൾ എന്നാണ്. അതും ഡേറ്റ ടിപ്സ് ആൻഡ് ട്രിക്സും ഡാറ്റ ജനറേറ്റ് ഇതൊക്കെ ഒരു സിംഗിൾ ടേബിൾ വെച്ചുകൊണ്ട് അല്ലെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എങ്ങനെ ഹൗ ടു ഡെവലപ്പ് മൾട്ടിപ്പിൾ ടേബിൾ അറ്റ് എ ടൈം ആൻഡ് ഹൗ ക്യാൻ ബി ഇന്ററാക്ട് ഈച്ച് അതർ എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി അടുത്ത റിപ്പോർട്ട് പിവോ ടേബിൾ റിപ്പോർട്ട് എനിക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രം ദി സ്ക്രാച്ച് അല്ലെങ്കിൽ ഫ്രം ദി ബോട്ടം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതിലേക്ക് പോയിട്ട് ഇൻസേർട്ട് പിവോ ടേബിൾ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എക്സിസ്റ്റിംഗ് എടുക്കുന്ന ടേബിൾ ഉണ്ടല്ലോ റിപ്പോർട്ട്, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ഇങ്ങനെ കോപ്പി, ഒരു കോളം ഇവിടെ ലീവ് ചെയ്യുക, പേസ്റ്റ് ഒന്ന് ചെയ്യുക.
സർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അതായത് നിങ്ങൾ ഈ റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞോ? ഇത് റിപ്പോർട്ട് ഉണ്ടാക്കിയോ സുമയ്യ? അതെ അതെ എനിക്ക് വേണ്ടത് അടുത്തൊരു റിപ്പോർട്ട് ഇവിടെ വേണം. അപ്പൊ ഞാൻ എന്താ എക്സിസ്റ്റിംഗ് റിപ്പോർട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. സെലക്ട് ചെയ്യുക, Ctrl+C, Ctrl+V, കോപ്പി പേസ്റ്റ്. കോപ്പി പേസ്റ്റ് ചെയ്ത ശേഷം ഇത് രണ്ടാമത്തെ പിവോട്ടാണ്. അതിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്താം. ഈ രണ്ടാമത്തതിൽ സെയിൽസ് പേഴ്സൺ വെക്കണ്ട, അതിന് പകരം ജസ്റ്റ് ഒന്ന് സെയിൽസ് പേഴ്സൺ റിമൂവ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് വെച്ചാൽ മതി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വന്നു, റെഡി. റെഡി ആവുന്നില്ലേ? ഓക്കെ. വീണ്ടും ഞാൻ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഒരു 3 റിപ്പോർട്ട്. ഇതില് സെയിം റിപ്പോർട്ട് രണ്ടാമത്തേന്റെ അതിൽ കൗണ്ട് ഒന്ന് മാറ്റിയാൽ മതി. സം ഉള്ളത് കൗണ്ടിലേക്ക് മാറ്റാം. വാല്യൂ ഫിൽ സെറ്റിംഗ്സ് കൗണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ പ്ലീസ്. ഒന്നുകൂടി കാണിക്കും. രണ്ടാമത്തെ എങ്ങനെയായിരുന്നു? രണ്ടാമത്തത് ഞാൻ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇതിൽ സം ഉള്ളത് കൗണ്ട് ആക്കി. സെയിം സംഭവം തന്നെ. അതല്ല, സെക്കൻഡ് വൺ, സം ഓഫ് റവന്യൂ. സം ഓഫ് ഇതാണ്. ഇത് ഞാൻ സെയിൽസ് പേഴ്സൺ മാറ്റി പ്രൊഡക്റ്റ് ആക്കി. ഓക്കെ. ഇത് സെയിം സംഭവം തന്നെ. ഇതിന്റെ സമ്മ് മാറ്റി കൗണ്ട് ആക്കി. 3 ഡിഫറെന്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇതിൽ ഇന്ന് കംപ്ലീറ്റ് മൊറോൺ ടാസ്കും അസൈൻമെന്റ് ഒക്കെ ആയിരിക്കും കേട്ടോ പ്ലീസ്. ആരും മൊബൈലിൽ കാണുന്നില്ലല്ലോ പ്ലീസ്. കണ്ടിട്ട് കാര്യമില്ല കേട്ടോ, ചെയ്ത് നോക്കണം. മൊബൈലൊന്നുമില്ല, ടാബിൽ കാണും, സിസ്റ്റം ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ തിയറിറ്റിക്കൽ നോളജ് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ റെക്കോർഡ് സ്റ്റിച്ചിങ് അയച്ചു തരാം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ ടൈം എടുത്ത് അതുകൊണ്ട് അത്രയും ടൈം എടുത്തുകൊണ്ട് ഈ ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഒരു റഷ്യൂ ഇല്ല, സ്ലോലി പോവാം. ഞാനൊരു ആദ്യത്തെ 15 മിനിറ്റ്സ് മൊബൈലായിരുന്നു കണ്ടത്. അതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ എക്സ്പീരിയൻസ്, റൈറ്റ്? ഒരു കാര്യമില്ല കാരണം ഇതൊരു മോറോൺ ടെക്നിക്കൽ സബ്ജക്റ്റിന് പുറമെ ഈ ഒരു ടോപ്പിക്, പ്രത്യേകിച്ച് പിവട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. അഫ്ല, ഓക്കെ, എല്ലാവരും ചെയ്ത് വിചാരിക്കുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ആ ഒരു ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയ റിപ്പോർട്ട്. നമ്മൾ ടേബിളിന് പേര് കൊടുക്കാറില്ലേ, അതുകൊണ്ട് പിവോട്ടിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. അതായത് ബൈ ഡീഫോൾട്ട് ടേബിൾ 1 എന്നൊക്കെ കാണിക്കുക. അതുപോലെ തന്നെ പിവോട്ടിന് പിവോട്ട് 1, 2, 3 ഒക്കെ കാണിക്കുക. അപ്പൊ നമുക്ക് ഈ 3 നമ്മൾ ഈ ഒരു ജനറേറ്റ് ചെയ്ത ഈ 3 ടൈപ്പ് ഓഫ് റിപ്പോർട്ടിന് ABC എന്നുള്ള പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ കൊടുക്കാം? ഫസ്റ്റ് റിപ്പോർട്ട് ഇതാണല്ലോ. സെലക്ട് ചെയ്യാം, ദ പിവോട്ട് ടേബിൾ അനലൈസ്. പിവോട്ട് ടേബിൾ കാണാം ലെഫ്റ്റില്. പിവോട്ട് ടേബിൾ നെയിം ഉണ്ടല്ലോ, A എന്നാക്കാം. ഓപ്ഷന്റെ തൊട്ട് മുകളിലുണ്ടല്ലോ ബൈ ഡീഫോൾട്ട് നമ്പേഴ്സ് കാണിക്കും 5, 6, 0. നിങ്ങളിപ്പോൾ ഒരു പക്ഷെ എന്റെ നമ്പറല്ല നിങ്ങളെ നമ്പർ, കാരണം ഒരുപാട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് നമ്പർ മാറാം. അത് A എന്നാക്കാം. സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക, അതേ സ്റ്റെപ്പ്, മേക്ക് ഇറ്റ് B ആൻഡ് C. A, B, C. പറഞ്ഞോളൂ, എന്തായിരുന്നു? പിവോട്ട് ടേബിളിന്റെ ഓപ്ഷൻ വരുന്നില്ല ക്ലിക്ക് ചെയ്യുമ്പോ. ടേബിൾ ക്ലിക്ക് ചെയ്തുമ്പോ വരുന്നില്ല മുകളിൽ? ഇല്ല, അതായത് സൈഡിൽ വന്നു പിവോട്ട് ടേബിൾ ഫീൽഡ്സ്, പക്ഷെ മേലെ അനലൈസ് ഓപ്ഷൻ വരുന്നില്ല. ചിലപ്പോ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താല് ചിലപ്പോ വന്നേക്കാം. എനിക്ക് അങ്ങനെ ആയിരുന്നു. എക്സ്പീരിയൻസിലെ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കൂ. മാറ്റി ഉണ്ടാക്കേണ്ടി ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ക്ലോസ് ചെയ്യില്ലേ? ഒന്നൊന്ന് ഷെയർ ചെയ്യ സ്ക്രീൻ. ഇത് വേറെ എന്തോ സംഭവിച്ചു. അയ്യോ, ഞാൻ ക്ലോസ് ചെയ്തു. വെരി ഗുഡ്. ഒന്ന് ചെയ്തു സേവ് ചെയ്ത് ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു. ഓട്ടോ സേവ്ഡ് ആയിരുന്നു. ഓക്കെ, ഫൈൻ, നോ ഇഷ്യൂ. A, B ആൻഡ് C. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഒന്നൊന്ന് സ്ക്രീൻ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, നോ വറീസ്. അപ്പൊ ഇവിടെ 3 റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. ഇതിന് 3 റിപ്പോർട്ടിന് പേരും കൊടുക്കും. നിങ്ങൾ എന്തിനാ പേര് കൊടുത്തത്, അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ സപ്പോസ് ഈ ഒരു റിപ്പോർട്ട് ഞാൻ എന്റെ ഇൻ ഫ്രണ്ട് ഓഫ് മാനേജേഴ്സ് ഞാൻ പ്രസന്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, പ്രസന്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് വേണ്ടത് ഇവിടെ ഉള്ള കോമൺ ഫാക്ടർ എന്താ, കോമൺ ഫീൽഡ് ഏതാ? ഈ 3 റിപ്പോർട്ടിലെ കോമൺ ഫീൽഡ് ജോഗ്രഫി. വാല്യൂസ് കൗണ്ടും സംഭവം മാറുന്നില്ലേ? ജോഗ്രഫി അല്ലേ കോമൺ ആയിട്ടുള്ളത്.
അപ്പം ഇവിടെ ഈ കോമൺ ഫീൽഡിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ മാനേജറിന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഞാൻ പ്രസന്റേഷൻ കൊടുക്കുകയാണ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തും കൊണ്ട് ഞാൻ ഓസ്ട്രേലിയ ബേസ് റിപ്പോർട്ട് കട്ടണം. അപ്പൊ ഞാൻ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മാത്രമേ മാറുന്നുള്ളൂ, എ അല്ലെ, ബിയും സിയും ഒന്നും മാറുന്നില്ല. യൂറോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂറോപ്പ്, അല്ലെങ്കിൽ ബി മാറണമെങ്കിൽ വീണ്ടും മാനുവലി ബിയിലേക്ക് പോയിട്ട് ഞാൻ യൂറോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യേണ്ടി വരും അല്ലെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാറ്റിക് ഇറ്റ് ഹാസ് ടു ബി ഡൈനാമിക്. അതായത് ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ റിപ്പോർട്ട് ഫിൽറ്ററിൽ ഇങ്ങനെ ഓരോ ജിയോഗ്രഫി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറണം. പക്ഷെ ഈ ഒരു നോർമൽ ഫിൽറ്ററിൽ മാറുന്നില്ല. ഞാൻ എന്തിന്റെ ഫിൽറ്റർ ആണോ, ഏത് റിപ്പോർട്ടിന്റെ, അല്ലെങ്കിൽ എന്റെ ആണോ ബിന്റെ ആണോ സിന്റെ ആണോ, റെസ്പെക്റ്റീവ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാത് റിപ്പോർട്ടിലെ വാല്യൂ മാറുന്നുള്ളൂ. മറ്റേതോടെ നിൽക്കണം സൈലന്റ് ആയിട്ട്. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓളിലേക്ക് തന്നെ ആക്കുന്നു. എനിക്ക് വേണ്ടത് ഒരു ഫിൽറ്റർ വേണം, കൈൻഡ് ഓഫ് സ്വിച്ച് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ററാക്റ്റീവ്ലി ഇങ്ങനെ മാറണം. അതുകൊണ്ട് നോർമൽ ഫിൽറ്റർ ഓപ്ഷൻ ഇതിൽ പ്യൂട്ടബിൾ വർക്ക് ആവില്ല. ഇത് നോർമൽ ആണ്. 2013 അത് ഓവർകം ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ടൈപ്പ് ഓഫ് അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഓപ്ഷൻ ആണ്. വൺ ഇസ് സ്ലൈസർ, അതർ വൺ ഇസ് ടൈം ലൈൻ. 2013 വേർഷന്റെ ശേഷമുള്ള വേർഷൻ എല്ലാവരും ഉപയോഗിക്കുന്നത് എനിക്കറിയാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ആവുന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യം ആ ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിവോട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ബി ഒന്ന് സെലക്ട് ചെയ്യും, എയും സിയും വേണം, ബി സെലക്ട് ചെയ്യാം, ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ. ഈ ഒരു ടേബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് സ്വാഭാവികമായിട്ടും പർട്ടിക്കുലർ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ കാണുന്ന പോപ്പപ്പ് ഡിസൈൻ ആൻഡ് പിവോട്ടബിൾ അനാലിസിസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. പിവോട്ടബിൾ അൽഫാൻ, ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ അത് റീനെയിം ചെയ്തില്ലേ, എ ബി സി ആയിട്ട് റീനെയിം ചെയ്തില്ലേ? അത് എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ ഈ എ ബി സി? കാണിക്കും, ഞാൻ കാണിച്ചു തരാം. കാണിക്കും അത് അതിലൊക്കെ പോകുന്നത് നമ്മളിപ്പോ ആ സ്വിച്ച് ബട്ടൺ സ്ലൈസറിന്റെ അകത്ത് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ റീനെയിം ചെയ്തതല്ല, നമുക്കൊരു അതിന്റെ പേർപ്പസ് ഉണ്ട്. മറ്റെന്താ അറിയോ, നിങ്ങൾക്ക് ഒരുപാട് ഷീറ്റ് ഉണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ലിസ്റ്റ് കാണും, പിവോട്ടബിൾ 1 2 3 16. ഇതൊരു മീനിങ് ആയിട്ട് എ ബി സി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ജസ്റ്റ് ഹെഡർ ആയിട്ട് എവിടെയെങ്കിലും കാണിക്കുമോ എന്നുള്ളതാണ്. ഇല്ല, ഹെഡർ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുള്ളൂ. അതിന് പുറമെ വേറെ സ്ഥലത്ത് കാണിക്കില്ല. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ബി സെലക്ട് ചെയ്തു. ബി ത്രൂ ഞാനൊരു സ്ലൈസർ ഇൻസേർട്ട് ചെയ്യാം. അതായത് അഡ്വാൻസ് ലെവൽ സ്ലൈസർ അല്ലെങ്കിൽ ഫിൽറ്റർ ഓപ്ഷൻ ഇൻസേർട്ട് ചെയ്യാം. പിവോട്ടബിൾ അനാലിസിസ് ക്ലിക്ക് ചെയ്യാം. ഈ പിവോട്ടബിൾ അനാലിസിസിന്റെ താഴെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഉണ്ടാവും. ഫിൽറ്റർ എന്നുള്ള ഗ്രൂപ്പ് കാണാം. ഈ ഫിൽറ്റർ എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിൽ തന്നെ 2 ടൈപ്പ് ഓഫ് റിബൺ ഉണ്ട്, ഇൻസേർട്ട് സ്ലൈസർ, ഇൻസേർട്ട് ടൈം ലൈൻ. കാണുന്നുണ്ടോ എല്ലാവർക്കും? അല്ലെങ്കിൽ ഡിസേബിൾ ആണോ? ഉണ്ട്, കാണുന്നുണ്ട് അല്ലെ? നമുക്ക് ആദ്യം ഇൻസേർട്ട് സ്ലൈസർ എന്താന്ന് നോക്കാം. സോ വൺസ് യു ക്ലിക്ക് ഓൺ ഇൻസേർട്ട് സ്ലൈസർ യു വിൽ ഗെറ്റ് വൺ വിൻഡോ. അതാണ് ഇൻസേർട്ട് സ്ലൈസറിന്റെ ഒരു വിൻഡോ വരും. നമുക്കൊന്ന് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. ആ വിൻഡോന്റെ അകത്ത് കാണാൻ പറ്റുന്ന ലിസ്റ്റ് ഓഫ് ഫീൽഡ് കാണാം. ആ ബേസ്ഡ് ഓൺ യുവർ സോഴ്സ് ഡാറ്റ അല്ലെ, ഡേറ്റ് കാണാം, സെയിൽസ് റെപ്പ് നെയിം, ജിയോഗ്രഫി, പ്രോഡക്റ്റ്. അതിൽ എനിക്ക് വേണ്ടത് എന്താണ്? ജിയോഗ്രഫി ബേസിലെ ഇപ്രാവശ്യം വേണ്ടത്. എനിക്ക് മൾട്ടിപ്പിൾ സൈസ് ഇൻസേർട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വേണ്ടത് ജിയോഗ്രഫി ബേസ്. ജിയോഗ്രഫി ഓപ്റ്റ് ചെയ്യാം, ഓക്കെ പ്രസ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും കിട്ടിയോ? നമുക്ക് സെയിം ട്രാക്ക് ആണ് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സൈലന്റ് ഉള്ള ആൾക്കാർ 2-3 ആൾക്കാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? ഓക്കെ, എല്ലാവരും സെയിം ട്രാക്ക് അല്ലേ? നസ്രുദ്ദീൻ, ഓൾ ഓഫ് യു? ഗുഡ്. ഇത് കിട്ടി. ഈ ജിയോഗ്രഫി എന്നുള്ള സംഭവം അല്ലെ, നമ്മൾ വിചാരിക്കും ജിയോഗ്രഫി വന്നല്ലോ, നമുക്ക് ക്ലിക്ക് ചെയ്താൽ ബി കംപ്ലീറ്റ് എല്ലാം മാറുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ബി മാത്രമേ മാറുന്നുള്ളൂ, കാരണം ബി ത്രൂ ആണ് എടുത്തത് അല്ലെ. എയും സിയും മാറുന്നില്ല. ഞാൻ അൺഫിൽട്ടർ ചെയ്യുന്നു. ഇവിടെ കാണാൻ അൺഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അൺഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ അടുത്ത് വേണ്ടത് കണക്ട് ചെയ്യണം, പക്ഷെ ഏത് എയും സി ഒക്കെ ആയിട്ട്. അതിന്റെ മുന്നേ സ്ലൈസറിനെ പറ്റി ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ സെറ്റിംഗ്സ് നമുക്ക് നോക്കാം. ഈ സ്ലൈസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ടാബ് മുകളിൽ കാണുന്നുണ്ടോ? സ്ലൈസർ ഒരു ടാബ് കാണുന്നില്ലേ? അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ കളർ തീമൊക്കെ ഒന്ന് മാറ്റാം. വേണമെങ്കിൽ ഒരു ചെറിയ ബ്ലൂ കളർ ഞാൻ കൊടുക്കുന്നു. അത് മാത്രമല്ല, എനിക്ക് ഈ ഒരു സ്ട്രക്ചർ വേണ്ട. ഇതൊരു സിംഗിൾ കോളം വൈസ് സ്ട്രക്ചർ ആണ്. ഇവിടെ ഇപ്പോൾ 1 2 3 4 5 ജിയോഗ്രഫി ഉണ്ട്. എനിക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം. അതുകൊണ്ട് ഈ സ്ലൈസർ എന്നുള്ള ടാബിന്റെ താഴെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും കോളം എന്നുള്ളൊരു ഫീൽഡ് കാണുന്നില്ലേ? ബൈ ഡീഫോൾട്ട് 1 എന്നല്ല കാണിച്ചത് അവിടെ, സിംഗിൾ കോളം. അത് 5 എന്നാക്കാം, മേക്ക് ഇറ്റ് 5. ഈ ഒരു ബോക്സിൽ 5 എന്നാക്കുമ്പോൾ സംഭവിക്കുന്നത്
5 കോളം അതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറും. ഇതിന്റെ സ്ലൈസറിന്റെ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? അല്ലെങ്കിൽ ഞാൻ യെസ് യെസ് കിട്ടുന്നില്ലേ? കിട്ടുന്നു. സാർ എനിക്ക് സ്ലൈസർ സെറ്റിംഗ് വിൻഡോ വന്നില്ല. സ്ലൈസർ സെറ്റിംഗ്സ് വിൻഡോ, അതായത് സ്ലൈസർ അതായത് ക്ലിക്ക് ചെയ്താലേ സ്ലൈസർ കിട്ടും. സ്ലൈസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യണം. സ്ലൈസർ മുകളിൽ കാണുന്നില്ല. ഇല്ല ഇല്ല. ഇപ്പൊ ഡിസൈൻ എന്നുള്ള സംഭവം കാണുന്നുണ്ടോ? ഉണ്ടാവും, ഒരു ടാബ് എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങളെ ചില ഈ വേർഷന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സ്ലൈസർ ഓക്കെ കാണുന്നുണ്ടോ? ഓക്കെ ഇപ്പം കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അതിന്റെ ടേം എന്തായിരുന്നു? അത് ഡിസൈനാ? അല്ല, അത് ഞാൻ സ്ലൈസറിന്റെ എന്താ പറയാ, കൺട്രീസിന്റെ മേലെ ഇപ്പൊ ക്ലിക്ക് മേലെ ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ല. ജിയോഗ്രഫി തന്നെ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇരിക്കണ്ടോ? വീണ്ടും ഇത് കണക്ട് ആയിട്ടില്ല. നമ്മൾ കണക്ട് ചെയ്യേണ്ട രീതി 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, ഈ സ്ലൈസർ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിപ്പോർട്ട് കണക്ഷൻ എന്നുള്ളൊരു ഫീൽഡ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റം ചോദിക്കും ഇവിടെ സെലക്ട് എ പിവോട്ട്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ടു ബി ഏത് ഫിൽറ്ററിലേക്കാണ്, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഏതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുള്ളത്. ഇപ്പൊ ബൈ ഡീഫോൾട്ട് ബി എന്ന് കാണിക്കാൻ കാരണം എന്തായിരിക്കും അത് പറയോ? ബി ആ കാണിക്കുന്നത്, അതെന്തുകൊണ്ടാണ് എ കാണിച്ചൂടാ? അത് മുന്നേ നമ്മൾ സെലക്ട് ചെയ്തത് ബി ത്രൂ ആണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്തത്? സ്ലൈസർ. ഇനി നെക്സ്റ്റ്, നേരത്തെ എനിക്ക് അഫ്ല ചോദിച്ചത് തോന്നുന്നു, റൈറ്റ്? എവിടെയാണ് കാണിക്കുക എന്നുള്ളത് ഇവിടെ കണ്ടില്ലേ? നമ്മൾ ആ ഷീറ്റിന്റെ പേര് കാണിച്ചത്. ഞാൻ ഇവിടെ ആ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സിസ്റ്റിംഗ് ജനറേറ്റ് ചെയ്യുന്ന പ്യൂട്ടബിൾ 1 2 3 4 5 കുറേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പേര് കാണിക്കും. അപ്പൊ അതുകൊണ്ട് പേര് ഇമ്പോർട്ടന്റ് ആ കൊടുക്കണം എന്നുള്ളത്. ടേബിളിൽ എയും സെലക്ട് ചെയ്തു, സിയും സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കി നോക്കൂ, ഇന്ററാക്ട്ലി മാറുന്നുണ്ടോ എന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? സെലക്ട് ചെയ്യുക സ്ലൈസർ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിപ്പോർട്ട് കണക്ഷൻ. ഇതില് എ ബി സി എന്ന് കാണിക്കുന്നുണ്ട്. എ ബി സി എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് പിവോട്ട് ടേബിൾ 1 2 3 നമ്പേഴ്സ് കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? എ ബി സി സ്ലൈസറിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈസർ സെറ്റിംഗ്സ് കിട്ടി. സ്ലൈസറിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്റെ സ്ക്രീൻ നോക്കൂ, റൈറ്റ് ക്ലിക്ക് ചെയ്യണം, റിപ്പോർട്ട് കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, സ്ലൈസർ ക്ലിക്ക് ചെയ്യുക, സ്ലൈസറിന്റെ ടാബ് മുകളിൽ കാണാം, ലെഫ്റ്റിൽ കാണാം റിപ്പോർട്ട് കണക്ഷൻ. ഇങ്ങനെയും എടുക്കാം. അവിടുന്ന് ബാക്കി കണക്ട് ചെയ്യാത്ത ആ ഷീറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. കിട്ടുന്നുണ്ടോ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഇതൊരു ബേസ് ലെവൽ ആട്ടോ, നമുക്ക് കുറച്ച് ഇതിലേക്ക് പോവാം, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ എ ബി സി എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഷീറ്റ് 666 കാണിക്കുന്നുണ്ട്. കാരണം ഷീറ്റ് നെയിം ഇതാണല്ലോ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് വരുമെന്ന് പറയാം. ഷീറ്റ് എന്തിനാണ് കൊടുത്തത് ആക്ച്വലി? ദാറ്റ് മീൻസ് വാട്ട്? മൾട്ടിപ്പിൾ ഷീറ്റിലാണ്. എങ്ങനെ? മൾട്ടിപ്പിൾ ഷീറ്റിലെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അത് ഏത് സിറ്റുവേഷനിലാണ്? ഓക്കെ ഗ്രേറ്റ്. അത് ഏത് സിറ്റുവേഷനിലാണ് മൾട്ടിപ്പിൾ ഷീറ്റിലേക്ക് വരാം? നേരത്തെ പിവോട്ട് ടേബിൾ ചെയ്തിട്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. എക്സാക്ട്ലി, നമ്മൾ ഓട്ടോ ജനറേറ്റ് ചെയ്തില്ലേ, അതിലേക്ക് ആ കേസിൽ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ അതൊരു കേസ് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഈ സ്ലൈസറിന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ്, നമ്മുടെ കീപാഡിലുള്ള. നിങ്ങളെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പ്രൊഡക്റ്റ് ഒന്ന് അതേപോലെ ഒന്ന് ഇമ്പോർട്ട് ഒന്ന് കണക്ട് ചെയ്യൂ പ്ലീസ്. പ്രൊഡക്റ്റ് വൈസ് ഒന്ന് പ്രാക്ടീസ് ആവും. ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫ്രം ദി സ്ക്രാച്ച് പ്രോഡക്റ്റ് വൈസ് എനിക്ക് കണക്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ബി എന്ന് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. എ ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, എങ്ങനെ വേണേ. മാറുന്നുണ്ട്.
മാറുന്നുണ്ട് പ്രൊഡക്റ്റ് വൈസ്. ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സി സെലക്ട് ചെയ്തു. pivot table analysis, insert slicer, പ്രൊഡക്റ്റ് എടുത്തു ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട സിംഗിൾ കോളം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിപ്പോർട്ട് കണക്ഷൻ എ ബി സി. ഈ മൾട്ടി സെലക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. മൾട്ടി സെലക്ട്, ഹാർഡ്വെയർ ക്ലിക്ക് ചെയ്യൂ, വീണ്ടും സെലക്ട് ചെയ്യുന്നു മൾട്ടി സെലക്ട്, വീണ്ടും സർവീസ് ക്ലിക്ക് ചെയ്യും. കണ്ടില്ലേ, ഒരുമിച്ച് സെലക്ട് ചെയ്യണം. ഈ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, മൾട്ടി സെലക്ട്. മറ്റത് ക്ലിയർ ചെയ്യണം. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലായോ ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള സ്ലൈസറിന്റെ കേസ്? യെസ്. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ വേർബലി പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ്. എന്താ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനും ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു എ എന്നുള്ള ക്ലിക്ക് ചെയ്തു, pivot table അനാലിസിസ് സ്ലൈസർ എടുത്തു. അതിൽ ഈ വട്ടം ഞാൻ എടുക്കുന്നത് റവന്യൂ അല്ല, ഞാൻ ജിയോഗ്രഫി പ്രൊഡക്റ്റ് സെയിൽസ് റെപ്പ് ഒന്നുമല്ല, ഡേറ്റ് എടുക്കുന്നു. ഞാൻ ഓക്കെ അടിക്കുന്നു. ഡേറ്റ് കംപ്ലീറ്റ് എനിക്ക് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും വരാം. ഡേ വൈസ് ആണ് വേണ്ടത്. അതൊരു സുഖമല്ലത് അല്ലേ? അപ്പൊ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം, പക്ഷെ അതിന്റെ മുന്നേ ഒരു സംഭവം പറഞ്ഞുതരാം. ഈ ഡേറ്റ് എന്നുള്ള സംഭവം ഇതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റ് എന്താക്കി, ഈ ഡേറ്റിനായിട്ട് സെപ്പറേറ്റ് അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഓപ്ഷൻ വെച്ചു. ടൈം ലൈൻ, അതിന്റെ പേര് തന്നെ എൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ കാണാം, ഒരു പീരീഡിനെ സൂചിപ്പിക്കുന്ന ടൈം ലൈൻ. അപ്പൊ ടൈം ലൈൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഫീൽഡും വരില്ല, ഡേറ്റ് മാത്രമേ വരുള്ളൂ. കണ്ടില്ലേ? ഞാൻ അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഫീച്ചർ എനിക്ക് ഓൾമോസ്റ്റ് ഏതിലുള്ള സ്ലൈസറിന്റെ, പക്ഷെ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ മാറുന്നു മാത്രം. സി കണ്ടില്ലേ? ഇതിൽ മന്ത് കാണാം, ക്വാർട്ടർ കാണാം, ഡേയ്സ് കാണാം. ടൈം ലൈൻ എന്നുള്ള പേര് മുകളിൽ കാണാം. കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, പക്ഷെ റിപ്പോർട്ട് കണക്ട് ചെയ്യണം മാത്രം. റിപ്പോർട്ട് കണക്ട് ചെയ്യുന്നു, ട്രൈ ചെയ്ത് നോക്കുന്നു. 1 2 3 എയും ബിയും സിയും കണക്ട് ചെയ്തു. സി മന്ത് വൈസ് മാറുന്നുണ്ട്. മന്ത് വേണ്ട, ക്വാർട്ടർ വേണോ, അത് മാറുന്നുണ്ട്. ഇയർ 2 വർഷമായിരിക്കും ഉണ്ടാവുക. ഒന്ന് നോക്കിക്കോ പ്ലീസ്. ഇന്റർവ്യൂവിൽ റീസെന്റ് ഒരു കാൻഡിഡേറ്റ് ചോദിച്ചു, വാട്ട് മേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം ലൈൻ ആൻഡ് സ്ലൈസർ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിരുന്നു. രണ്ടു വർഷം എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ആണോ പറഞ്ഞേ? 2 വർഷം നമ്മളിവിടെ കൊടുത്തത് അതുകൊണ്ടാ അങ്ങനെയല്ലേ? കൊടുത്തതിന്റെ ബേസിലാണ് 2013-14 ഡാറ്റാബേസിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നസ്രുദ്ദീൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ബൈ ഡീഫോൾട്ട്. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ എല്ലാവരോടും ചോദിക്കാം കേട്ടോ. ഞാൻ അത് ഒന്ന് ക്വാർട്ടറിലേക്ക് ആക്കുന്നത്. ക്വാർട്ടറിലേക്ക് ഈ ക്വാർട്ടറിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ 2013 ഉണ്ടല്ലോ, Q2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല, 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ 14 1 2 കാണിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? ഒന്നും കൂടി ഒന്ന് പ്രിസൈസ് ചെയ്യോ? അതായത് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായി. എന്ത് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട്, എന്തുകൊണ്ട്? ഓക്കെ, നമ്മളിപ്പോ ഫിൽട്ടർ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് അതാണോ? അതായത് നമ്മള് ഡാറ്റ സെറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ സെപ്റ്റംബർ എന്നല്ലേ അല്ലെ? ഞാൻ അത് എടുത്തു പറയാൻ നസ്രുദ്ദീൻ ചോദിച്ചു ബൈ ഡീഫോൾട്ട് ആണോ എന്തുള്ളത്? ഇയർ ബൈ ഡീഫോൾട്ട്, പക്ഷെ അതിന്റെ അകത്തുള്ള ക്വാർട്ടർ അതിലേക്ക് വരുന്ന, എന്തിനു പറയാ, ഇയർ രണ്ടും വരുന്നത് നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഡാറ്റാബേസിന്റെ. പക്ഷെ അതിന്റെ അകത്തുള്ള ക്വാർട്ടർ ഉണ്ടല്ലോ, ഡീഫോൾട്ട് ആയിരിക്കും വരാം. Q1 Q2 അല്ലെങ്കിൽ Q3 അല്ലെങ്കിൽ Q4 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഡാറ്റാബേസ് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? Q3 സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ 1 2 അവിടെ ഉണ്ടാവും മാത്രം. ഞാൻ പറയാൻ മനസ്സിലായോ നസ്രുദ്ദീൻ? അത് ചോദിച്ചു. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡാറ്റയിൽ ഇല്ലാത്ത സംഗതി എന്തിനാണ് ഇവിടെ വരുന്നത്? ഏതിലേക്ക്? അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ആ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ നസ്രുദ്ദീൻ ചോദിച്ചത്. ബൈ ഡീഫോൾട്ട് ഡാറ്റയിലുള്ള ഇയർ വന്നു, പക്ഷെ ഇയറിന്റെ അകത്തുള്ള ആരും വന്നിട്ടില്ല. ക്വാർട്ടറിലും നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് മന്ത് ഒക്കെ കയറി വന്നിട്ടുണ്ട്. മന്ത് എന്തിനും പറയാ, ഇവിടെ കണ്ടില്ലേ, ജാനുവരി സ്റ്റാർട്ട് ചെയ്ത്, ജനുവരി ഫെബ്രുവരി ഒന്നും ഇല്ല സാധനം. സെപ്റ്റംബറിലാണ് ആര് വരുന്നത്, സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ കണ്ടില്ലേ?
അൽഫാൻ, യാ ഈ ടൈം ലൈനിൽ തന്നെ നമുക്ക് റവന്യൂ ആഡ് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ, നിങ്ങളിപ്പോ ഈ Q1 Q2 ഇപ്പൊ Q1 റവന്യൂ അതിൽ തന്നെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ടൈം ലൈനിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ല, ഒരു വിൻഡോ പോലെ അല്ലേ ഇതിന്റെ അതെ, അകത്ത്? അതായത് ആ ഒരു വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് ഇല്ല, അത് പവർ ബിയിൽ ഉണ്ട്, അതിലില്ല. ഇല്ല, അത് മുകളിലെ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ആവുള്ളൂ. ഇപ്പൊ സ്ലൈസറിൽ കാണിക്കാൻ പറ്റുന്നില്ല, അതേ ഇമ്പാക്ട് തന്നെ. ആ സ്ലൈസർ നമുക്ക് റോ വൈസ് ആക്കാൻ പറ്റുമോ? അപ്പൊ മന്തുകള് കോളം വൈസ് അല്ല നേരെ പോയിട്ടുള്ളത്. ഇതാണോ ടൈം ലൈൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സ്ലൈസറോ? ടൈം ലൈൻ്റെ സ്ലൈസറാ? ഇല്ല, നേരത്തെ പോലെ മറ്റേ ഇത് പറ്റില്ല. ഞാൻ ഇവിടെ ക്ലിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ടൈം ലൈൻ അണ്ടറിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈം ലൈൻ ആണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. ടൈം ലൈൻ ആണ് ആൾ ഉദ്ദേശിച്ചത്. ടൈം ലൈനാ ഉദ്ദേശിച്ചത്, അതന്നെ ടൈം ലൈൻ ഞാൻ പറഞ്ഞത്. മുമ്പ് എനിക്ക് തോന്നുന്നത് നേരത്തെ സ്ലൈസർ നമ്മൾ ആക്കിയല്ലോ, കോളം വൈസ് വേർട്ടിക്കൽ. ഐ മീൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, കോളം 1 5 ആക്കി, അതല്ല ഉദ്ദേശിച്ചത്. ഇതിന് സ്ലൈസ് കാര്യങ്ങൾ കൂട്ടാന്ന് മാത്രം. ഇതെല്ലാം ഒന്നും കൂടിയും ഒരു ഞാൻ ഇപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എനിക്കൊന്ന് ഇല്ലാസ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ത്രൂ തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആട്ടോ, ഒരു 5 മിനിറ്റ് ടൈം എടുക്കാം, തിങ്ക് എങ്ങനെ വേണം. ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇല്ലാസ് ചോദിച്ചു, ഇല്ലാസ് അല്ല, ഇപ്പൊ ഒരാൾ ഇപ്പൊ ചോദിക്കുക എന്നോട്, ഇപ്പൊ ടൈം ലൈൻ എനിക്ക് താല്പര്യമില്ല, അതിന്റെ എനിക്ക് ഏറ്റവും താല്പര്യം, ഐ മീൻ ആ ഒരു സ്ട്രക്ചറിൽ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടം, കംഫർട്ട് സ്ലൈസറാണ്. സ്ലൈസറിൽ എനിക്ക് വേണ്ടത് എന്താ അറിയോ? ഇയറും വേണം, മന്തും വേണം. ഇപ്പൊ ഡേറ്റ് ക്ലിക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇയറും മന്തും വേണം. അത് നിങ്ങൾ ടാസ്ക് ഒന്ന് ട്രൈ ചെയ്യുന്നു പ്ലീസ്. ഡാറ്റാബേസിൽ അഡീഷണൽ കോളം ആഡ് ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യും, 5 മിനിറ്റ് ടൈം വരാം പ്ലീസ്. എനിക്ക് സ്ലൈസർ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുമോ, ഞങ്ങൾക്കുള്ള ടാസ്ക് ആണ്, ഞങ്ങൾക്കുള്ള ടാസ്ക് ജനറൽ ആയിട്ട് പറഞ്ഞതാ കേട്ടോ. ടൈം ലൈനിൽ വേണ്ട, എനിക്ക് സ്ലൈസറിൽ തന്നെ എന്ത് വേണം, മന്തും ഇയറും. ഡേ വൈസ് അല്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല പ്ലീസ്. സർ, ഈ ഡേറ്റ് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യോ? ഈ എങ്ങനെ ഡേറ്റ ഈ ഡേറ്റ്, അതായത് നിങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ടൈം ലൈൻ ഞാൻ Q4 ഇരിക്കുന്നത്, 2013. അപ്പം അർജുൻ എന്ന് പറഞ്ഞ ആള് 24 ഹാർഡ്വെയറിൽ ഇത്ര എമൗണ്ടിന് സെയിൽ ചെയ്തു, അങ്ങനെയാണോ? അത് വായിക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഫിൽറ്റർ ചെയ്ത് അങ്ങനെയാണ് വായിക്കുക. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസൈഡ് ടൈം ലൈൻ കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, റിപ്പോർട്ട് കണക്ഷൻ BC 2024 ക്വാർട്ടറിൽ, ഐ മീൻ ക്വാർട്ടറിൽ 2014 Q2 കണ്ടില്ലേ, അർജുൻ ഇത്ര പേര് ഈ ഒരു പീരീഡിൽ. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നല്ലോ, ആ ക്വസ്റ്റ്യനിൽ ഉള്ള ഒരു ക്ലൂ തരാം. ഞാനൊരു ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ ആൻസർ ഉണ്ടാവും. പ്രോസസ്സിംഗിലാണ്. ഒരു ചാറ്റിലൊരു ഷീറ്റ് കിട്ടിയില്ലായിരിക്കും, MIS ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് കിട്ടിയോ? കാണുന്നുണ്ടോ? അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയോ, അതിന് ആൻസർ ഉണ്ടാവും, ഏകദേശം ഒരു ക്ലൂ കിട്ടും. സ്ലൈസറിൽ എങ്ങനെ കൊണ്ടുവരാം.
ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഷീറ്റ്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആൻസർ വെച്ച് ക്ലൂ മാത്രം കേട്ടോ. കിട്ടിയോ സൊല്യൂഷൻ? നമുക്ക് ഔട്ട്പുട്ട് എന്താ വേണ്ടെന്നാ പറഞ്ഞ? ഔട്ട്പുട്ട് വേണ്ട സ്ലൈസറിൽ ഇയറും മന്തും വേണം. ബാക്കിയെല്ലാം ട്രൈ ചെയ്യുന്നില്ലല്ലേ? മൻസൂർ, അദ്നാൻ, അഭിലാഷ്, അമീൻ കുറേ സൈലന്റ് ആണല്ലോ. ചെയ്യുന്നുണ്ട്. ജോൺ, ഗുഡ്. ഓക്കെ. നമുക്ക് പക്ഷെ ടേബിൾ റീഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നിങ്ങൾ എന്തും ചെയ്യാം. സോഴ്സ് ഡാറ്റയിൽ ടച്ച് ചെയ്യാം. ഇവിടെ നിന്ന് സെറ്റിംഗ്സിൽ ഭാഗമാവും. നോ വരീസ്. ജസ്റ്റ് ചുമ്മാ ലോജിക് അപ്ലൈ ചെയ്താൽ കറക്റ്റ് സാധനം വരും. എനിക്ക് സ്ലൈസറിൽ പോയിട്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ട് ഇതായിട്ട് റെഫറൻസ് ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു. അതിൽ കോൾ ആഡ് ചെയ്യാൻ നോക്കി. സ്ലൈസറിന്റെ സെറ്റിംഗ്സിൽ പോകാൻ നോക്കിയിട്ട് റെഫറൻസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു. ഈസ് ഇൻവാലിഡ്. എവിടെ നിങ്ങൾ അതിന് മുന്നേ ചെയ്ത് മാറ്റം വരുത്തിന അതില്? അല്ലല്ല, ഞാൻ ഇതെല്ലാം എടുക്കും. ഞാൻ സ്ലൈസറിൽ പോയി നോക്കിയത്, ടൈം ലൈനിലല്ല, സ്ലൈസറിൽ പോയി എടുത്ത് നോക്കിയിട്ട് ഡേറ്റ് കൊടുത്തിട്ട് അതിന്റെ സെറ്റിംഗ്സിൽ പോയി നോക്കിയാണ്. അതിനിടയിൽ ഞാൻ കോളൊന്ന് മാറ്റി വെക്കും. കോളത്തിലെ വാല്യൂ 1 ഉള്ളത് 10 ആക്കി. അല്ല അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൺജസ്റ്റ് ആവും. കോളം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കിൽ അഡ്ജസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഇൻവാലിഡ് പറഞ്ഞത്. സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് അൺഡു ചെയ്തോളൂ. നമ്മള് ഒരു സംഭവം പറഞ്ഞു. നമ്മളിപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ സംഭവം എടുത്തിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ഫീൽഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്തത്? ഇവിടെ ഫീൽഡ് വേണം. വീണ്ടും ആഡ് ചെയ്യും. എവിടുന്ന് ആഡ് ചെയ്തു? ഐ മീൻ നമ്മുടെ ഡാറ്റ സിസ്റ്റം അല്ല, കാൽക്കുലേറ്റഡ് ഫീൽഡ്. ഓർമ്മയില്ലായിരുന്നോ? ഒരു ഡാക്സിന്റെ ചെറിയൊരു ഭാഗം എടുത്ത് അല്ലെ സോഴ്സ് ഡാറ്റ ടച്ച് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്തു. പക്ഷെ ഈ കേസിൽ നമുക്ക് വേണ്ടത് മന്തും ഇയർ ആണ്. അത് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷൻ ഇല്ല അതിൽ. നമുക്ക് ഇപ്പോൾ ഇനീഷ്യലി 2-3 ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇവിടെ ചെയ്യണം, സോഴ്സ് ഡാറ്റയിൽ മാറ്റം വരുത്തണം. യെസ്, സോഴ്സ് ഡാറ്റയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോളം അഡീഷണൽ ഇൻസേർട്ട് ചെയ്യണം. ഷിഫ്റ്റ് കൺട്രോൾ ++, 2 കോളം ആഡ് ചെയ്യാം സോഴ്സ് ഡാറ്റയിൽ. ഇവിടെ ഫസ്റ്റ് കോളം എന്തായിരിക്കണം? സോഴ്സ് ഡാറ്റ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഇത് സോഴ്സ് ഡാറ്റ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്തൂടെ? നിങ്ങൾ ഉദ്ദേശിച്ച ഗ്രൂപ്പിംഗ് ആണോ? അത് പിന്നെ ഡേറ്റ് കോളം ഒരു റോ കോളത്തിൽ ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്താൽ പോരെ? ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് റീഫ്രഷ് ആകുമ്പോൾ ആയിപ്പോ, അത് കൺജസ്റ്റ് ആയിപ്പോ. നിങ്ങൾ നോക്കി നോക്കുക, അത് കിട്ടുന്നുണ്ടോ ഫീൽഡ്? അത് കിട്ടാൻ ചാൻസ് ഇല്ല. അത് എറർ വരും. അത് നമ്മൾ എന്തായാലും സോഴ്സ് ഡാറ്റ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അത് രണ്ടും നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ സോഴ്സ് ഡാറ്റ ആഡ് ചെയ്യുന്നു. മന്ത് പിന്നെ ഇയർ. എനിക്കിവിടെ മന്ത് വേണം.
മന്ത് എനിക്ക് 09 സെപ്റ്റംബർ ആണെന്നുള്ളത്. അപ്പം 09 ആ പാറ്റേണിൽ കിട്ടാനുള്ള അത്രക്കും എന്താ പറയാ, മാനുവലി എല്ലാ റൂം പഠിച്ചിട്ടുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇയർ, ഈവൻ ഡേ. ഇപ്പം ഡേയും വേണമെന്ന് വിചാരിക്കുക, നമുക്ക് ഈസി ആയിട്ട് ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡേറ്റിൽ നിന്നും മന്തും ഇയറും ഡേ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ള ഫംഗ്ഷന്റെ പേരാണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഈക്വൽ ടു ടെക്സ്റ്റ്. നമുക്ക് ഒരുമിച്ച് ഈക്വൽ ടു ടെക്സ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്. ഈ ടെക്സ്റ്റ് ഫംഗ്ഷന്റെ അകത്തേക്ക് രണ്ട് കാര്യം സിസ്റ്റം ആർഗ്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട്. വാല്യൂ, ഫോർമാറ്റ് ടെക്സ്റ്റ്. വാല്യൂ എന്താണ് ആക്ച്വലി, നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ഇതാണ് വാല്യൂ, ഈ ഡേറ്റിൽ നിന്ന് എടുക്കുന്നത് അല്ലേ. കോമ ഫോളോ ചെയ്യുന്നില്ല എല്ലാവരും, റൈറ്റ്? ഈക്വൽ ടു ടെക്സ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, വാല്യൂ ഡേറ്റ് എടുത്തു, കോമ. ഇനി എനിക്ക് വേണ്ട മന്ത് അല്ലേ, മന്തിന്റെ ഫോർമാറ്റ് എന്താന്ന് ചോദിക്കുന്നത്. MM. ഫോർ എക്സാമ്പിൾ എന്നൊരു ടെക്സ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ഡബിൾ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക ഫംഗ്ഷന്റെ ഉള്ളിൽ. MM. ഇപ്പം ഈ 2M ഒരു 2M ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം. 2M ഡബിൾ കോട്ട് ക്ലോസ് ദി ബ്രാക്കറ്റ്. ഈ 2M നമ്മൾ ആ ഫോർമാറ്റ് കൊടുക്കുമ്പോൾ ആ മന്തിന്റെ ന്യൂമറിക് വാല്യൂ 09 എന്നുള്ള സെപ്റ്റംബർ അത് കാണിക്കുള്ളൂ. കണ്ടില്ലേ? 3M എന്ന് കൊടുക്കുമ്പോൾ സെപ്റ്റംബറിന്റെ ഷോർട്ട് കാണിക്കും, SEP. 4M എന്ന് കൊടുക്കുമ്പോൾ ഫുൾ ഫോം കാണിക്കും. കിട്ടുന്നുണ്ടോ നോക്കി നോക്കൂ. കംപ്ലീറ്റ് ടേബിളിൽ ആക്കിയോണ്ടാണ് ബാക്കിയുള്ളത് നമുക്കത് കിട്ടിയത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ഫംഗ്ഷൻ ശരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്ത് ടെക്സ്റ്റ് ഫംഗ്ഷൻ ടെക്സ്റ്റിലേക്ക് മാറ്റാൻ ഒരു എന്താ പറയാ, ഡേറ്റ് ഒന്നും സെപ്പറേറ്റ് ആക്കാണ്. കിട്ടുന്നുണ്ടോ ഓൾ ഓഫ് യു? ഇനി ഞാൻ നിങ്ങളോട് എനിക്ക് ഇയർ വേണം, എന്താ ചെയ്യേണ്ടത്? ആ ഫോർമാറ്റ് എന്തായിരിക്കും? 2Y ആണെങ്കിൽ 1 3 ചെയ്തു, ഈക്വൽ ടു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, കോമ ഡബിൾ കോട്ട് Y 3Yയോ 4Y ഇട്ടുണ്ടെങ്കിൽ ഫുൾ ഇയർ കിട്ടും. ഇനി ഡേ വേണോ നിങ്ങൾക്ക്? ഇപ്പൊ 09 സെപ്റ്റംബർ ആണെന്ന് അറിയാം, 20th ഏത് ഡേ ആണെന്ന് അറിയില്ല. അത് അറിയണമെന്ന് ഇത് മാറ്റണ്ട, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. സെപ്റ്റംബറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് DD ഇടും, നമുക്ക് ഏതാ നോക്കാം ഡേ. ആക്ച്വലി സാറ്റർഡേ ആണ് അത് വരുന്നത്. അപ്പൊ മന്തിൽ തന്നെ കിടന്നാൽ മതി കേട്ടോ. അപ്പൊ മന്തും ഇയറും ഡേയിലേക്ക് മാറും. സിമ്പിൾ ഫംഗ്ഷൻ ആണ്. ഈക്വൽ ടു ടെക്സ്റ്റ്, വാല്യൂസിന് ഡേറ്റ് പിക്ക് ചെയ്യുക, കോമ. ഫോർമാറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡബിൾ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും ഒരു ഫംഗ്ഷന്റെ അകത്തേക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് വിത്ത് ഡബിൾ കോട്ട് ആൻഡ് എൻഡ് വിത്ത് ഡബിൾ കോട്ട്. ചെയ്ത ശേഷം തിരിച്ചിതിലേക്ക് വന്നിട്ട് ഇൻസ്റ്റന്റ്ലി അത് റിഫ്ലക്റ്റ് ആവില്ല. ചൂസ് എനി ഓഫ് ദി എക്സിസ്റ്റിംഗ് പിവോട്ട് ടേബിൾ ആൻഡ് റൈറ്റ് ക്ലിക്ക്, റീഫ്രഷ് ഇറ്റ്. ഇനി നിങ്ങൾ സ്ലൈസർ എടുക്കുമ്പോൾ കാണാൻ പറ്റും ആ മന്തും ഇയറും ഇവിടെ വന്നത്. നോക്കി നോക്കൂ. ഗ്രൂപ്പിൽ അത് സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഗ്രൂപ്പ് എനിക്ക് മനസ്സിലായി, ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഗ്രൂപ്പിംഗ് ആകുമ്പോൾ ഹെൽപ്ഫുൾ ആവുക നമ്മുടെ ഒരു ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് അല്ല, സിംഗിൾ റിപ്പോർട്ട് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അയച്ച ഷീറ്റ് ഉണ്ടല്ലോ, MIS ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ്, ഞാൻ നേരത്തെ ഷെയർ ചെയ്ത ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഈ ഷീറ്റിൽ ഒരു ക്ലൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നോക്കി നോക്കൂ, ഇയറും മന്തും കാണുന്നുണ്ട് അല്ലെ. ഈ രണ്ട് സംഭവം കാണാൻ കാരണം എന്താ? ഞാൻ ഡാറ്റാബേസിൽ ഇതിനെ തൊട്ടടുത്ത് 2 കോളം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നത്. കിട്ടുന്നുണ്ടോ ഓൾ ഓഫ് യു? ഇതുവരെ എടുത്ത് കിട്ടീനോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസിഡന്റ് ട്രൈ ചെയ്തും കൊണ്ട് കാണെങ്കിൽ അതും പറയാം. അതുപോലെ തന്നെ നമുക്ക് അറ്റ് എ ടൈമിൽ സ്ലൈസറും ടൈം ലൈനും യൂസ് ചെയ്യാൻ പറ്റില്ല. യെസ്, അതിലേക്ക് ഞാൻ വരുന്നത് ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡിലേക്ക് ഞാൻ കാണിച്ചു തരാം. മൾട്ടിപ്പിൾ സ്ലൈസർ, multiple timeline at a time insert ചെയ്യാം. പക്ഷെ only thing is you need to select individual slicer or timeline and connection. ആ ഒരു കണക്ഷൻ റിപ്പോർട്ട് കണക്ഷൻസ് ഉണ്ടല്ലോ, അത് മാനുവലി കൊടുക്കേണ്ടി വരും. അത് അറ്റ് എ ടൈം പോസിബിൾ അല്ല, ഓരോന്നും സെലക്ട് ചെയ്തിട്ട്.
ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യും ഈ ഏതാ സ്ലൈസർ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഡേറ്റ് എന്ത് ഏത് ഏത് ലാസ്റ്റ് ഇപ്പൊ ഈ ടെക്സ്റ്റ് ഇതാ ഡേറ്റും ഇതാ കിട്ടി അത് കിട്ടി ആ അത് പിന്നെ കിട്ടി. ഇതിലേക്ക് ഇവിടെ വന്നിട്ട് വന്നിട്ടൊന്നുമില്ല. സ്ലൈസർ ഏതെങ്കിലും സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റീഫ്രഷ് ചെയ്താൽ മതി. കാരണം അതിന് ഇമ്പാക്ട് ഇവിടെ കിട്ടണ്ടേ. ഓക്കെ അപ്പം നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ത്, സ്ലൈസറിൽ നമുക്ക് ആ ഫീൽഡ് കാണാൻ പറ്റും. റിഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതില് സെയിൽസ് ഇല്ലാത്ത മന്ത്സ് ഗ്രേ ഔട്ട് ആവുന്നുണ്ട്. ഒന്നും കേൾക്കുന്നില്ല. എന്തായിരുന്നു? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സെയിൽസ് ഇല്ലാത്ത മന്ത് ഗ്രേ ഔട്ട് ആവുന്നുണ്ട്. സെയിൽസ് ഇല്ലാത്ത മന്ത് ഗ്രേ ഔട്ട് ആവുന്നുണ്ടെന്നോ? അതെ. ഓക്കെ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനത് നിങ്ങൾ നിങ്ങൾ രണ്ടും ഇൻസെർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ മന്ത് മാത്രം? ഞാൻ രണ്ടും മന്തും ഇയറും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രിൽ ഡൗൺ ചെയ്തിട്ടുണ്ടോ അല്ലേ? ഞാൻ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഞാൻ സ്ക്രീൻഷോട്ട് അയക്കാം. നമുക്ക് ഒരു മിനിറ്റ് നോക്കി നോക്കാം. അവിടെ ഞാനൊന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കട്ടെ. Months and year. ഇതൊന്ന് 6 ആക്കുന്നുണ്ട് കാരണം നമുക്കൊന്ന് ഈ കോളത്തിന്റെ ലോജിക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. 6 ആക്കി സ്ട്രക്ചർ ഒന്ന് മാറ്റിയതാണ്. ഓക്കെ. ഇതില് 2013 ജാനുവരിയിൽ ഉണ്ടാവില്ല, കണ്ടത് ഇതല്ലേ സംഭവം പറഞ്ഞത്? കാരണം സെപ്റ്റംബർ തൊട്ടിട്ടാണ് എന്തുള്ളത്, ഡാറ്റ ഉള്ളത്. 14 അത് ഉണ്ടാവില്ല, ഒക്ടോബർ തൊട്ടിട്ടുണ്ടാവില്ല, സെപ്റ്റംബർ വരെ ഉള്ളൂ. മനസ്സിലല്ലേ? ബൈ ഡീഫോൾട്ട് ടൈം ലൈനിൽ കാണിച്ച പോലെ തന്നെ അത് കാണിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു ഐഡന്റിഫിക്കേഷൻ വേണ്ടി ഗ്രേ ഔട്ട് കാണിക്കാന്ന് മാത്രം. റൈറ്റ് സുരേഷ്? ഇപ്പൊ നേരത്തെ ചോദിച്ചു അറ്റ് എ ടൈം ചെയ്യാൻ പറ്റാണ്. ഞാൻ അറ്റ് എ ടൈം ചെയ്ത ടൈമിൽ റൈറ്റ് ക്ലിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഞാനൊന്ന് എന്റെ സ്ക്രീൻ ഒന്ന് ഷുവർ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ചെയ്തോളൂ. കാണുന്നില്ല അൽഫാൻ? ഇതില് എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാല് ഈ നമ്പേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്കതിൽ എന്തോ ഒരു കറക്റ്റ് എല്ലാം തോന്നുന്നു. എന്തോ ഒരു ഫിൽട്ടർ എവിടെയോ വന്നിട്ടുണ്ട്. എനിക്ക് അത് നിങ്ങളൊന്ന് അൺഫിൽട്ടർ ചെയ്യുക. ഇപ്പൊ നിങ്ങളൊരു എല്ലാത്തിന്റെ ക്രോസ് ബാർ കണ്ടിട്ടില്ലേ? എല്ലാത്തിന്റെ അവിടെ എല്ലാ സ്ലൈസിന്റെ അടുത്ത് കോർണറിൽ റൈറ്റ് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെയാണോ? അല്ല എല്ലാ സ്ലൈസിന്റെ കോർണറിൽ കണ്ടു ഒരു ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അൺഫിൽട്ടർ ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യൂ. എല്ലാം എല്ലാം ഇപ്പൊ ഓക്കെ ആണോ? കാരണം എന്താ പറയുക, നിങ്ങൾ ഡ്രിൽ ഡൗൺ ചെയ്തുകൊണ്ട് പോയതാ, നമ്മള് മനസ്സിലാക്കില്ല. അല്ല അത് മനസ്സിലാവില്ല. അത് സംഭവിക്കുന്നതാണ്. ഓക്കെ. പക്ഷെ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. ആ ഫസ്റ്റ് തന്നെ നോക്കേണ്ട ആ കോർണർ നോക്കിയാൽ മതി, ആ റെഡ് കളർ ഉണ്ടോ എന്നുള്ളത്, ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഇവിടെ തന്നെ വെക്കുന്നു. ഞാൻ ഇയർ മാത്രം ഇവിടെ കീപ്പ് ചെയ്യുന്നു. ഇതിൽ എത്ര പേര് ചോദിക്കാട്ടോ? പറയാം ഡെപ്ത് ആയിട്ട്. ഈ ഡാഷ്ബോർഡ് ഒക്കെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ. എക്സലത്തെ ഡാഷ്ബോർഡ്, ബേസ് ലെവൽ അല്ല ഡെപ്തിലേക്ക് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ ഓക്കെ. സി ഈ എക്സൽ ബൈ ഡീഫോൾട്ട് ഈവൻ ലേറ്റസ്റ്റ് വേർഷനിൽ വരെ ടോട്ടൽ 17 ചാർട്ട്സ് ഉള്ളൂ. അതും ടു ബി ഫ്രാങ്ക് കുറച്ച് കോംപ്ലിക്കേറ്റിന് പുറമെ യൂസർ ഫ്രണ്ട്ലി അല്ല. പക്ഷെ സോറി ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ. യൂസർ ഫ്രണ്ട്ലി അല്ല കാരണം അത് ഡെപ്തിലേക്ക് അത് നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുക്കുന്ന മെത്തേഡ് അവർ വെച്ച പാത്ത് തന്നെ ഡിഫറെന്റ് വേയിലാണ്. എന്നെ സൂര്യ ഡൗട്ട് ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ഫോർ എക്സാമ്പിൾ ഞാനിത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ കാണാൻ പറ്റും, പിവോട്ട് ചാർട്ടിൽ ഇവിടെ കൗണ്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും.
പക്ഷെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട്സ് ആണ് കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട് അല്ലെങ്കിൽ ബാർ ചാർട്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. പക്ഷെ വേറെ പവർ ബി ഐ, ലെറ്റ് മീ ഓപ്പൺ ദ പവർ ബി ഐ. പവർ ബി ഇപ്പം സ്റ്റാർട്ട് ചെയ്യല്ല, ഒരു സംഭവം കാണിച്ചു തരാം. ഇതിൽ എത്ര പേര് ചോദിക്കുക കേട്ടോ, പവർ ബി അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് ഇന്റർഫേസ് കണ്ടിട്ടുണ്ട്? വർക്ക് ചെയ്തില്ല, അറ്റ്ലീസ്റ്റ് ഇന്റർഫേസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ചാറ്റ് കണ്ടിട്ടുണ്ട്. ഇതിനെനിക്കൊന്ന് പകുതി ആൾക്കാരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം, പല ചാനൽ കണ്ടിട്ടുണ്ടെങ്കിലും, റൈറ്റ്, കണ്ടിട്ടുണ്ടാവാം ഇന്റർഫേസ്, റൈറ്റ്. അപ്പം പവർ ബി ന്റെ കേസ് എന്നൊക്കെ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതിന്റെ ലിങ്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെ മൈക്രോസോഫ്റ്റ് ആക്സസ് തരുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പം എൻ്റെ ഈ പവർ ബി ഇന്റർഫേസിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, എന്താ പറയാ, ഈ ഒരു ഇന്റർഫേസിൽ ഇപ്പൊ ഇവിടെ സൈൻ എന്നുള്ള ഓപ്ഷന് പകരം എന്റെ പേര് കാണിക്കുന്നത് ഇത് പ്രീമിയം ലെവൽ വേർഷൻ. പ്രീമിയം ഇൻ സെൻസ് പെയ്ഡ് വേർഷൻ ആണ്. സോ യു മൈറ്റ് ബി തിങ്കിങ് വാട്ട് മേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പെയ്ഡ് വേർഷൻ ആൻഡ് ഫ്രീ വേർഷൻ. അത് ഈവൻ ഇന്റർവ്യൂവിൽ ഒരു ചോദിച്ച കേസ് ഉണ്ട്. അപ്പൊ ഒരു ബെസ്റ്റ് 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. പവർ ബി ഐ മിക്സ് ചെയ്യാൻ കാരണം പിവോട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്പെഷ്യലി വെൻ യു ട്രൈ ടു ക്രിയേറ്റ് ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ്സ്, അത് ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ട് പവർ ബി എന്ന സൊല്യൂഷൻ. അതാണ് പവർ ബി എന്ന് പറഞ്ഞാൽ 10 times ബെറ്റർ ആണ് പിവോ ടേബിളിനെക്കാളും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റൈറ്റ് സൈഡ് കാണുന്ന ബൈ ഡീഫോൾട്ട് ഈവൻ ഫ്രീ വേർഷനിൽ 43 വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. ഓരോ വിഷ്വൽസിന്റെ പേരൂടെ കാണിക്കുന്നത്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി വിഷ്വൽസ് ആണ്. ഇത് ബൈ ഡീഫോൾട്ട് ഫ്രീ വേർഷനിൽ. പെയ്ഡ് വേർഷൻ ആണെങ്കിലോ 500 അഡീഷണൽ വിഷ്വൽസ് നമുക്ക് തരും. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പെയ്ഡ് വേർഷൻ ആണ്. അതിൽ ഈ ഒരു ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് മോർ വിഷ്വൽസ്. പവർ ബി വേറെ തന്നെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണോ, നമ്മളത് ഡെപ്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കണ്ടില്ല, ഓരോ ഫിൽട്ടർ ഓരോ ഇതിന്റെ ബേസിൽ തന്നെ ഇപ്പൊ KPI മാത്രം സെപ്പറേറ്റ് വിഷ്വൽസ് ഉണ്ട്. KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മാനേജ്മെന്റിലുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വരെ, ഇൻഫോഗ്രാഫിക്സ് വരെ. ഇപ്പൊ ഓവറോൾ 500 വിഷ്വൽസ് പെയ്ഡ് വേർഷനിൽ തന്നെ തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പവർ ബി എന്നുള്ളത് അതിന് പുറമെ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ബൈ ഡീഫോൾട്ട് തരുന്നുണ്ട്. അതിലൊരു 2-3 കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ, തിരിച്ചിതിലേക്ക് വരാം. ഓക്കെ, ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട സ്ക്രീനിലേക്ക്. ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇതില് 2013 ഡിലീറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ്. നിങ്ങൾ ഡിലീറ്റ് ചെയ്യണ്ട കേട്ടോ. 13 ഫോർ ടൈം ബീങ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് വെക്കുന്നു. 14 മാത്രം കീപ്പ് ചെയ്യുന്നു. ഇൻസേർട്ട് പിവോട്ട് ടേബിൾ, ക്ലിക്ക് ഓക്കെ. ഓക്കെ, അതില് ഞാൻ ഡേറ്റ് ഇടുന്നു, റവന്യൂ ഇടുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്തിട്ട് മന്ത് മാത്രമാക്കുന്നു. അപ്പോൾ മന്ത് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും 2014, 13 ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തു, റൈറ്റ്, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 14 സെയിൽ കാണാം. അതിലിപ്പോ ഞാൻ ഏറ്റവും പീക്കിലുള്ള സെയിൽ ഏതാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺ ആയ ഏത് മന്താന്ന് അറിയാൻ പറ്റുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നു, ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതാണ് ഡൗൺ ആയ സെയിൽ, ഹൈയസ്റ്റ്. ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക കേട്ടോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സൽ ആണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഫെബ്രുവരി പ്രത്യേകിച്ച് നിങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പം ഇതിൽ ഒരു പക്ഷേ മാനേജ്മെന്റ് ലെവലിലെ ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൾക്കാർക്ക്, ടീം ലീഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം ഈ ഗ്രൂപ്പ് ഓഫ് അറ്റൻഡേഴ്സിൽ. അപ്പൊ നിങ്ങൾ ഈ പ്രസന്റേഷൻ മാനേജറിന് കൊടുക്കുക, ഈ റിപ്പോർട്ട് കൊടുക്കുകയാണ്. പെട്ടെന്നൊരു നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, പ്രസന്റ് ചെയ്യും, എന്തുകൊണ്ട് ദ റീസൺ ഫോർ ഡിക്രീസ് ഇൻ സെയിൽസ് മന്ത് ഓഫ് ഫെബ്രുവരി, അല്ലെങ്കിൽ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ സെയിൽസ്. അതിന്റെ റീസൺ പലതും ആവാം. അവർ ചോദിക്കുന്നത് ഇപ്പൊ മാനേജ്മെന്റിന് കറക്റ്റ് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതിനാണ് MISന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ MIS റിപ്പോർട്ടിന്റെ മെയിൻ ഇതെന്താണ്, കാരണം നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ വേയിൽ ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ബേസിൽ ഡിസിഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ ജൂൺ മന്തിൽ ഒരു പക്ഷേ ചോദിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയ ആൾക്കാരെ കണ്ടെത്താനായിരിക്കാം, കമ്പാരിറ്റീവ്ലി പ്രീവിയസ് അപേക്ഷനെ സംബന്ധിച്ച്. പ്രീവിയസ്ലി
നമ്മൾ എന്തെങ്കിലും പറയാം മന്തിനെ അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് ജൂണിൽ സെയിൽ കൂടി നല്ല ഹൈപ്പിൽ. ഫോർ എക്സാമ്പിൾ ഞാനൊരു പിവോട്ട് അനാലിസിസിൽ പോയിട്ട് ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യുക, ഒരു ലൈൻ ചാർട്ട്. ആ സ്പൈക്ക് ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഞാൻ ഈ പ്രസന്റേഷൻ കൊടുക്കുകയാണ്, പെട്ടെന്ന് കാണാം ജൂൺ മന്ത് നല്ല ഇതിൽ കൂടിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് മാനേജർ വെച്ചിട്ട് ആരാ സെയിൽ ഉണ്ടാക്കിയത് കമ്പാരിറ്റീവ്ലി പ്രീവിയസ് മന്ത്, അതൊന്ന് ഏത് പ്രൊഡക്റ്റാ കൂടുതൽ പോയത്. നമുക്ക് ആദ്യം 3 പ്രൊഡക്റ്റ് വിടും, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സർവീസ്. അതുപോലെ തന്നെ ഏത് ജോഗ്രഫിയിലാണ് ഹൈയസ്റ്റ് സെയിൽ ഉണ്ടായത് അല്ലേ? പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുമോ ഇതില്? നിങ്ങൾ എങ്ങനെ കണ്ടെത്താന്ന് പറയാം. ഈവൻ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ടൈം തന്നെന്ന് പറയാം. അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ, ഫെബ്രുവരി എന്തുകൊണ്ട് ഡൗൺ ആയി, തീരെ പെർഫോം ചെയ്യാത്തത്? കാരണം അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ട് പെർഫോം ചെയ്തിട്ടില്ല, അതിനൊന്ന് ഡെപ്തിലേക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഡെപ്തിലേക്ക് അനലിറ്റിക്കൽ തിങ്കിങ് ഇവിടാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഏത് സെയിലാണ്, ഐ മീൻ ഏത് പ്രൊഡക്റ്റ് മൂവ് ചെയ്യാത്തത്, ഏത് ജിയോഗ്രഫിയിലാണ് ഡൗൺ ആകുന്നത് സെയിൽ, വേണമെങ്കിൽ എക്സ്പോർട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. പല ഡിസിഷനും അവർക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓൾ ഓഫ് യു? യാ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയൊരു ടാസ്ക്, എക്സൽ ഈ റിപ്പോർട്ട്, ഈ പ്രസന്റേഷൻ വളരെ ഭംഗിയുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി എക്സൽ ഈ ലൈൻ ഇതേപോലെ അല്ല, നല്ല കിഡു സാധനം നിങ്ങളെ മാനേജറിന് പ്രസന്റ് ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് ഒരു 5 മിനിറ്റ് ടൈം തന്നു, ഒരു 10 മിനിറ്റ്. നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നു പറയും. ഇതിൽ അക്യുറേറ്റ് റിസൾട്ട് കിട്ടണം. റിപ്പോർട്ടൊക്കെ ഓക്കെ സെറ്റ്, നിങ്ങൾ പവർ ബി എക്സൽ പ്രോ ആണ്, നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ റീസൺ കൊടുക്കുക? മാനേജർ ഒരു 10 മിനിറ്റ് ടൈം തന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത് പറയാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഫെബ്രുവരി മന്ത് ക്ലിക്ക് പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയൊരു ഷീറ്റ് ഓപ്പൺ ആവുമല്ലോ. ഓക്കെ, അപ്പൊ അതിനെ ഒന്നും കൂടി പിവോട്ട് ടേബിൾ ചെയ്യാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കത് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്ത് ടോപ്പിക് ഒന്ന് മാറ്റി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ ടൈം തരാം. 2000 കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, ഡാറ്റ സെറ്റ് മാത്രം വെക്കുക, ഷീറ്റ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. 13 ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം, 14 മാത്രം വെക്കുക. ഇതേപോലെ ഒന്ന് നോക്കി നോക്കുന്നു, ഒരു 10 മിനിറ്റ് എനിക്ക് ആൻസർ വരും. ട്രൈ ചെയ്തു പ്ലീസ്. നമ്മൾ വെറുതെ ഇങ്ങനെ സ്ട്രൈറ്റ് അവേ ഓരോ ടോപ്പിക് തീർത്തിട്ട് കാര്യമില്ല. ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ പ്രോബ്ലമിലേക്ക് എത്താൻ പറ്റും. ജസ്റ്റ് ട്രൈ ഫ്രോം ഹിയർ ആൻഡ് ഗിവ് മീ ദി ആൻസർ. റീസൺ ഫോർ ഡിക്രീസ് ഇൻ സെയിൽസ് മന്ത് ഓഫ് ഫെബ്. At the same time, reason for increase in sales month of June. ഒന്ന് പറയാം. അതെ, എന്റെ ലാപ്ടോപ്പ് ഓഫ് ആയതുകൊണ്ട് നമുക്ക് നോക്കാം സുരേഷ്, ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നില്ല അല്ലേ ഇതില്? അതിന്റെ റീസൺ നമുക്ക് എഐയോട് ചോദിച്ചാ പോരെ? ഒന്ന് ചോദിക്കൊന്ന് ചോദിച്ചോക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഏനോ ചോദിക്കും. ഇത് AI ചോദിച്ചാൽ പോലെ ചോദിക്കാൻ ഞങ്ങൾ കാരണമൊക്കെ മനസ്സിലായി. പവർ ബി ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, AI ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. നിങ്ങളെ ഓഫീസിൽ ഇപ്പൊ പവർ ബി ഇല്ല, ചാറ്റ് GPT ബ്ലോക്ക്ഡ് ആണെന്ന് വിചാരിക്കാം, നിങ്ങൾ അങ്ങനെ അത് കൊടുക്കാം. യൂട്യൂബ് വരെ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കാം. എക്സൽ എന്നുള്ള സംഭവം എത്ര വർഷമായി ഇപ്പൊ എല്ലാ കമ്പനി യൂസ് ചെയ്യുന്നില്ലേ? ഈ സംബന്ധം എത്ര കമ്പനി ചോദിച്ചിട്ടുണ്ടാവും? ഇതിന് റീസൺ അറിയണം. മാനേജ്മെന്റ് അറിയേണ്ടത് ആ ഇൻസൈറ്റ് ആണ്, അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മളെ റോള് കറക്റ്റ് റീസൺ പറഞ്ഞു കൊടുക്കാം. അതായത് നമ്പേഴ്സും വളരെ രസകരമായ ഡാഷ്ബോർഡ് ആയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അനലൈസ് ചെയ്തോളൂ. ചിലപ്പോൾ ആൻസർ കിട്ടിയെന്ന് വരാം. പ്ലീസ്, ആൻസർ കിട്ടില്ല ഒരിക്കലും പറയില്ല, എക്സൽ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യും. ഒരു 10 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റിന് ഇല്ല, ഒരു 7 മിനിറ്റിന്.
Nilak. ഇതിലിപ്പം ഫെബ്രുവരി മന്തിൽ അർജുന്റെ സെയിൽ കുറവാണ്. അതേ അതുപോലെ തന്നെ അർജുന്റെ സെയിൽ ഓക്കെ. അത് സെയിം ടൈം ജൂണിൽ അർജുന്റെ സെയിൽ കൂടുതലാണ് ബൈ സെയിൽസ് റെപ്രസെന്റേറ്റീവ് നെയിമിൽ. ബൈ ജിയോഗ്രാഫി നോക്കുമ്പോൾ ഏഷ്യൻ ജിയോഗ്രാഫി ഫെബ്രുവരിയിലെ പെർഫോമൻസ് കുറവാണ്. മന്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറെ ഓപ്ഷനിലേക്ക് പോകുമല്ലോ. നമുക്ക് സെയിൽസ് റെപ്പ് വൈസോ അല്ലെങ്കിൽ ജോഗ്രഫി വൈസോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുമല്ലോ മന്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. മന്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ്. ഓക്കെ, എന്നിട്ട് അപ്പൊ സെയിൽസ് റെപ്പ് നെയിം എടുത്ത് നോക്കുമ്പോൾ അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണും ഡേറ്റ വരുമല്ലോ. ഓക്കെ, ആ ഡാറ്റ കിട്ടും, അത് എക്സ്പാൻഡ് ചെയ്യും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. ഐ മീൻ ഓവറോൾ ഫെബിന്റെ ടോട്ടല്. ഓക്കെ ഓക്കെ. യാ ഓക്കെ. സി ഒന്ന് എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക. സി ഞാൻ കിട്ടില്ല എന്ന് ഒരിക്കലും പറയില്ല, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അതുമല്ല നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് അത്രയും കോൺഫിഡൻസ് പറയാനും പറ്റില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ അത്രയും 100% കോൺഫിഡൻസോട് കൂടിയാണ് ഇപ്പം പറഞ്ഞ ആള് പറഞ്ഞത് അല്ല അല്ലെ. അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പ്രസന്റേഷൻ സ്പെഷ്യലി കൊടുക്കുമ്പോൾ ആൾക്കാർ വെയിറ്റും ചെയ്യില്ല. ഞാൻ ഈ സെയിം സംഭവം പവർ ബിയിൽ ചെയ്ത് കാണിച്ചില്ല. പവർ ബിയിൽ ഞാൻ പറയുന്നു ഫ്രം സ്ക്രാച്ച് എടുക്കുന്നതായിരിക്കും. ഇതൊരു പവർ ബി ടോപ്പിക് അല്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പ്ലീസ്. ഞാൻ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഇതിന്റെ കമ്പാരിസൺ ഞാൻ പറയാൻ വേണ്ടി പോകുന്നുട്ടോ. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സ്ക്രീന്. നമ്മൾ പവർ ബിയിൽ എന്തായാലും കൂടുതൽ 80% ടൈം അതിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ അതിലേക്ക് ഒന്ന് പവർ ബി ഓപ്പൺ ചെയ്തു. ലെറ്റ് മീ ഇമ്പോർട്ട് ദ ഡാറ്റ സെറ്റ് വിച്ച് ഐ സേവ്ഡ്. ഇതായിരുന്നു ഡാറ്റ, സോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സേവ് ചെയ്തു. പവർ ബിയിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ചെയ്തു. ആ ഷീറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾ സ്ക്രീനൊക്കെ പവർ ബി ടച്ച് ചെയ്യാത്ത ആൾക്കാരൊന്നും ഇതൊന്നും ഇപ്പം തലയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കരുത് പ്ലീസ്. കാരണം ഇതൊക്കെ ഞാൻ എടുത്തു തരാം. ഞാൻ ലോഡ് ചെയ്തു. ലോഡ് ചെയ്ത് ഡാറ്റ സെറ്റ് ഇതിലേക്ക് സിങ്ക് ആവുന്നു. ശേഷം ആ ലോഡ് ചെയ്ത ഡാറ്റന്റെ ഫീൽഡ് പവർ ബിയിൽ ഇന്റർഫേസിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റും. ലിസ്റ്റ് ഓഫ് ഫീൽഡ് ഹൗ യു ആർ സീയിങ് ഇൻ സെയിം പിവോട്ട് ടേബിൾ. ഇതിലേക്ക് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെ പിവോട്ട് മെട്രിക്സ് പല രീതിയിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പിവോട്ടിന്റെ ഒരു സ്റ്റൈലാണത് അല്ലെ. ഇതിലേക്ക് എനിക്ക് കോളത്തിൽ വേണമെങ്കിൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ കാണാം താഴെ റോ ഫീൽഡ്, കോളം ഫീൽഡ്, വാല്യൂ. സെയിം സമയം പിവോട്ടിൽ കണ്ടതല്ലേ. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. ഞാൻ ജിയോഗ്രഫിയിൽ റോൾ ഇടുന്നു, പ്രൊഡക്റ്റ് ഇതിലിടുന്നു, റവന്യൂ ഇതിലിടുന്നു. സെയിം പിവോട്ട് നമ്മൾ കണ്ടതാ, റൈറ്റ്. അതേപോലെ തന്നെ ഞാനിപ്പം കാണിച്ചു തന്നത് ഞാനൊരു ടേബിൾ എടുക്കുന്നു. അതിലേക്ക് ടോട്ടൽ മന്ത് വൈസ് ആവേണ്ട. മന്ത് അപ്പൊ ഡേറ്റ് ഇടണ്ട, സിസ്റ്റം തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഹൈറാർക്കി കാണാൻ ഡേറ്റിന്റെ താഴെ. അതിൽ മന്ത് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടി? മന്ത് വൈസിലൂടെ സെയിലും കിട്ടി. കണ്ടില്ലേ? ഞാൻ നേരത്തെ കാണിച്ച അതേ വാല്യൂ അല്ലേ ഇവിടെ കാണിക്കുന്നത്. ഏതില്? പിവോട്ടിൽ കാണിച്ച അതേ വാല്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കണ്ടില്ലേ? ഓരോന്നും ഇതിന്റെ ഒരു ചാർട്ട് ഫോർ എക്സാമ്പിൾ വേറെ ഷീറ്റിൽ ഞാൻ ഇടുന്നു. ഒരു ലൈൻ ചാർട്ട് ഞാൻ അവിടെ ഇടുന്നു കേട്ടോ. ഇതിലാണ് നോക്കിയോളൂ. ഞാൻ ഒരു പ്രസന്റേഷൻ കൊടുക്കുകയാണ്. ഡേറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, റവന്യൂ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. നിങ്ങളായിരിക്കും ഇതിലൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ. ബൈ ഡീഫോൾട്ട് ഒരു സിംഗിൾ ഡോട്ട് കാണുന്നുണ്ടല്ലേ. ഇത് ഇയർ വൈസ് ആണ് ഹെഡിങ് കാണാം. ഫസ്റ്റ് ഇയർ കാണാം. ഇത് ഡ്രിൽ ഡൗൺ ചെയ്തുകൊണ്ട് 2014 മൊത്തം ഇയർ വാല്യൂ ഇവിടെ കാണിക്കുന്നത് 42,000 സംതിങ്. ഇനി ഞാൻ ഡ്രിൽ ഡൗൺ ചെയ്യുന്നു. അടുത്ത ക്വാർട്ടർ വൈസ് കാണിച്ചു, ഇത് മന്ത് വൈസ് കാണിച്ചു. സി, ഈ ചാർട്ടാണ് ഞാൻ എക്സലില് നേരത്തെ കാണിച്ചത്. നമ്മൾ നേരത്തെ കാണിച്ച ചാർട്ട് ഇതാണ്. ഫെബ്രുവരി ഭയങ്കര ഡൗൺ. അതുപോലെ തന്നെ ഇത് മന്തായിരുന്നു, ജൂൺ മന്ത് അല്ലായിരുന്നു അല്ലെ. ജൂണ് പീക്ക് ലെവലും കാണുന്നുണ്ടോ എല്ലാവരും ഈ സ്ക്രീൻ?
യെസ് 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 എക്സലിൽ കൊടുത്തപ്പോൾ ഞാൻ സ്റ്റക്കായി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഈ പവർ ബിയിൽ ഞാൻ കൊടുത്തു. ഓക്കെ, പവർ ബിന്റെ ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് പവർ ഇത്രയ്ക്ക് ഇമ്പാക്ട് ആവാൻ കാരണം. നമ്മൾ ജസ്റ്റ് വിചാരിക്കും പവർ ബി എന്നുള്ള ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ അല്ലേ, അല്ല. നോക്കിയോളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ഫെബ്രുവരി അല്ലെങ്കിൽ വേണ്ട, ഇവിടെ പീക്ക് സെയിൽ ഉണ്ടാവാൻ കാരണം ആര് കാരണത്താല, അല്ലെങ്കിൽ ഏത് ജിയോഗ്രഫിയില ഏത് പ്രൊഡക്റ്റ് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അനലൈസ്, എക്സ്പ്ലെയിൻ ദി ഇൻക്രീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ ബാക്ക് എൻഡിൽ AI ത്രൂ സെർച്ച് ചെയ്യും. റാങ്ക് ചെയ്യുക റിസൾട്ട്. ജോയ്, അർജുൻ, മാർത്ത ഈ 3 പേരെ പെർഫോം ചെയ്തത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള മന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ ഞാൻ സ്ക്രോൾ ഡൗൺ എക്സ്പ്ലനേഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് റീസൺ നോക്കിയോളൂ, ഇത് കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഇവിടെ നല്ല ഇത് സെയിലാണ് നടന്നിട്ടുണ്ട്. US-ഉം ഏഷ്യയും എന്തായി, ഡൗൺ ആണ്. തേർഡ് റീസൺ, ഹാർഡ്വെയർ, സർവീസ്, സോഫ്റ്റ്വെയർ, ഇതിൽ പീക്ക് സെയിലിൻ്റെ അത് ഹാർഡ്വെയർ പ്രൊഡക്റ്റിലാണ്. അപ്പൊ മാനേജ്മെന്റ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെ ഡിസിഷനുകൾ എടുക്കാൻ പറ്റും. യെസ്, വേണമെങ്കിൽ ഒരു ഇയർലി ഹൈക്ക്, അല്ലെങ്കിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഓഫ് മന്ത് അവാർഡ് വേണമെങ്കിൽ ഇവർക്ക് 3 പേർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ US-ലും ഏഷ്യയിലും എന്തുകൊണ്ട് സെയിൽ ഇല്ല എന്നുള്ളത് ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ പറ്റും. ഫർദർ അനലൈസേഷൻ ഇതിലേക്ക് നടത്താൻ പറ്റും. ഇതിലേക്ക് എന്ത് കൊണ്ടുവരാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് ഇടാം. പല ഡിസിഷൻസ് അവർ സൈഡിൽ എടുക്കാൻ പറ്റും. കാണുന്നുണ്ടോ ഈ സംഭവം? എക്സൽ എത്ര ടൈം എടുക്കും? നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? പവർ ബിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലായോ? ഏകദേശം ചെറിയ രീതിയിൽ സംഭവം കാണിച്ചതാണ്. ഇത് നിങ്ങൾ അതിൽ ഹെൽപ്ഫുൾ ആവും ഈ സംഭവം കാണിച്ചത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ. ഇത് ഹെൽപ്ഫുൾ ആവും പവർ ബി ഐ. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് സെക്കൻഡ്സിൽ റിസൾട്ട് തരാണ്. ഇനി അതൊന്നും വേണ്ട, ഞാൻ ചെറിയൊരു വിഷ്വൽ ഉണ്ടാക്കാണ്. അതായത് എനിക്ക് വേണ്ട വിഷ്വൽ ടോട്ടൽ റവന്യൂ അഗെയിൻസ്റ്റ് ഈച്ച് സെയിൽസ് പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കോളം ചാർട്ട് എടുത്തു, റവന്യൂ ആൻഡ് സെയിൽസ് പേഴ്സൺ. അപ്പം ഇത് ഞാനിപ്പോൾ മാനേജ്മെന്റ് ചോദിക്കുകയാണ്, ഇതിൽ ജസ്റ്റ് ഒന്ന് വാല്യൂ ആഡ് ചെയ്യുന്നു, ടേബിൾ ആഡ് ചെയ്യാം. ഇത് മാനേജ്മെന്റ് ചോദിക്കുക, എനിക്ക് ചാർട്ടിന്റെ കൂടെ ചെറിയൊരു നരേഷൻ, ഒരു നരേറ്റീവ് അതിന് മെയിൽ അയക്കണം. ഇത് നിങ്ങളിപ്പോൾ ഏത് ChatGPT ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടില്ല, നമുക്കറിയണ്ടോ ഇതിന്റെ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം, അതായത് ഒരു നരേഷൻ വേണം. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസൈറ്റ് എന്നുള്ള ടാബ് കാണാം പവർ ബിയിൽ. അതിൽ AI വിഷ്വൽസ് എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നെ കാണാൻ പറ്റും. നരേറ്റീവ് എടുക്കുന്നു, കസ്റ്റം എടുക്കുന്നു, നമുക്കൊരു സെന്റൻസ് ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഇത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് ഇന്ന റവന്യൂ എന്നുള്ളത്. എക്സാമ്പിൾ കാണിച്ചതാണോ, ചെറിയൊരു ഇതിന്റെ മേലെ ഇനി വലിയൊരു ചാർട്ട് ഉണ്ടെങ്കിൽ ചാർട്ട് ഇൻസേർട്ട് ചെയ്താണെങ്കിൽ അതിന്റെ ബേസിലും ഡെപ്ത് അനലൈസ് ചെയ്തുകൊണ്ട് നരേഷൻ തരും. നമുക്ക് വേണം അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. അപ്പൊ പവർ BI മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സൽ ഒന്ന് പിവോട്ട് ടേബിളിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ചാർട്ട്സിൽ. നമ്മൾ ചാർട്ട് എടുക്കാൻ നേരത്തെ എന്റെ മൈൻഡിലേക്ക് ഇത് വന്നത്. ബൈ ഡീഫോൾട്ട് 17 ചാർട്ടിൽ ആകെ ഒരു ആക്റ്റീവ് ചാർട്ട് ഉള്ളത്, അതായത് ഒന്നും കൂടി ഒരു കംഫർട്ടിൽ 2-3 ചാർട്ടുള്ളൂ. ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, കോളം ചാർട്ട്, ഇതിൽ ഏത് ചാർട്ട് ആയിക്കോട്ടെ ഭയങ്കര കംഫർട്ടാണ്. പക്ഷെ പവർ ബി വേറെ തന്നെ ഏരിയ ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഡാക്സിന്റെ ഏരിയ ഒക്കെ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, ഡെപ്തിലേക്ക് പോകാനുണ്ട്. അപ്പം പവർ ബിന്റെ ഒരു എന്താണ് പവർ ബി? പിവോട്ട് കേട്ടിട്ട് പിവോട്ട് ഭയങ്കര സംഭവമാണ്, പിവോട്ട് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട് എത്ര പവർഫുൾ ആണ് പവർ ബി. സ്ലോലി ഓരോ കമ്പനിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരാണ്. ഇതിൽ എത്ര ആൾക്കാരെ കമ്പനി ഇപ്പം പവർ ബി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി? എന്റെ കമ്പനിയിലുണ്ട്. ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഒരുപാട് ഡാഷ്ബോർഡ്സ് ഞങ്ങൾ പവർ ബി ഐ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് ചില ഷെയർ പോയിന്റിലൊക്കെ ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റഗ്രേഷൻ, നൈസ്. വേറെ ആരെങ്കിലും API ഇന്റഗ്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ അഫ്ല? ഇനീഷ്യലി വേറെ ഏതെങ്കിലും കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ പവർ ബി? എന്റെ കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. എല്ലാ കമ്പനി ബൈ ഡീഫോൾട്ട് എക്സലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ പവർ ബിയിൽ ഒരു 3 കോമ്പണന്റ് ഉണ്ട്. ഫസ്റ്റ് ഡാറ്റ ക്ലീൻ ചെയ്യണമെന്നുണ്ട്. പവർ ക്വറി എന്താണെന്ന് അറിയണം, ഡാറ്റ ക്ലീനിങ്. അത് അതിലായിരുന്നു ഞാൻ വരാൻ പോയത്. അതായത് ഞാൻ പവർ ബി ഐ അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അധിക സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡാറ്റ ക്ലീനിങ് പ്രോസസ് ഉണ്ടല്ലോ, അതിലാണ് എനിക്ക് മെയിനായിട്ട് മനസ്സിലായി. ഈ പവർ ബിന്റെ നമ്മുടെ ടോപ്പിക്കിൽ ഈ സെക്ഷനിൽ പവർ ഇനീഷ്യലി ഒരു ബാനി എന്ന് പറഞ്ഞ ട്രെയിനർ ഉണ്ട്, മൂപ്പർ അതിൽ എക്സ്പെർട്ട് ആണ്. അപ്പോൾ അതായിരിക്കും എടുക്കുന്നത്, മിക്സ് ആയിട്ട് എടുക്കും. പക്ഷെ സ്റ്റിൽ ഒരു ഓൾമോസ്റ്റ് 7 to 8 days ക്ലാസ് തന്നെ ഡാറ്റ ക്ലീനിങ്ങിന് മാത്രമുണ്ട്.
കാരണം ഇത് എന്തുകൊണ്ട് കറക്റ്റ് അവിടെ വിഷ്വൽ വന്നു? ഇത് കംപ്ലീറ്റ് ക്ലീൻ ഡാറ്റയാണ്. ചില ഡാറ്റ സെറ്റ് ഉണ്ടാവും അൺസ്ട്രക്ചേർഡ് ആയിട്ട്, കാണുമ്പം ഡേറ്റ് ആയി തോന്നും. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് ആരോ ഈ ബാച്ചിൽ ആരോ തോന്നുന്നു ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ആരോന്ന് ഐ മീൻ ഡേറ്റിന്റെ ഇഷ്യൂ കാരണം, റൈറ്റ്? അപ്പം ഡേറ്റ് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ പവർ ക്വറി ചിലപ്പോൾ ഡേറ്റ് ആയി തോന്നും, പക്ഷെ ടെക്സ്റ്റ് ഫോർമാറ്റ് ആയിരിക്കാം. അങ്ങനത്തെ കുറേ ഇഷ്യൂ, അൺസ്ട്രക്ചേർഡ് ഡാറ്റ എങ്ങനെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്പോസ് ചെയ്യാം, രണ്ടും കൂടി മെർജ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഐ മീൻ വിത്തൗട്ട് പുട്ടിങ് മാനുവൽ എഫേർട്ട്. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യാം പവർ ബിൽ എടുക്കുന്ന ഡാറ്റ ക്ലീൻ ആയിട്ടുണ്ട്. ഡാറ്റ ക്ലീൻ ആയില്ലെങ്കിലോ പവർ ബിൽ ഇൻബിൽഡ് ആയി വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ ഡെപ്തിലേക്ക് പോവാം, പഠിക്കാൻ നോ വരീസ്. ആദ്യം ഇതൊന്ന് എക്സൽ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് സോളിലേക്ക് പിച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ഇതുവരെ എടുത്തത് സ്ലൈസർ ആൻഡ് ടൈം ലൈൻ ആണ്. അതിലേക്ക് നമുക്ക് അവിടെ ചെയ്തപ്പോൾ എനിക്കൊരു സംശയം. നമ്മൾ ആദ്യം പിന്നെ സോഴ്സ് ഡാറ്റയിൽ ടെക്സ്റ്റ് കൊടുത്തില്ല. ടെക്സ്റ്റ് കൊടുത്തപ്പോ ഇയറിൽ നമ്മൾ 2 വഴിയേ കൊടുത്തോളൂ. അപ്പൊ എനിക്ക് പിവട്ടിൽ വന്നപ്പോ ഇയർ 13, 14 എന്നുള്ള നമ്പർ മാത്രമേ വന്നുള്ളൂ. പിന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് 4 വഴി കൊടുത്തപ്പോ 2013, 14 വന്നു. പക്ഷെ സ്ലൈസർ ഇടുമ്പോ ആ 13, 14 അവിടെ കിടക്കുന്നുണ്ട്. അതെന്താ പോവാത്തത്? സ്ലൈസർ ഇടുമ്പോൾ 13, 14 അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ റീഫ്രഷ് ചെയ്തോ? പിന്നെ ഏതാണ് റിഫ്രഷ് ചെയ്യേണ്ടത്? പിവട്ട് 3 റിഫ്രഷ് ചെയ്യണോ അതോ? ചെയ്താൽ മതി. പ്യൂഡ് റീഫ്രഷ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ആ സിസ്റ്റത്തിൽ നിങ്ങൾ ടാബിന്റെ വേർഷന്റെ ഇഷ്യൂ ആണ്, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. അത്ര ഇഷ്യൂ ഒന്നുമല്ല. നിങ്ങൾ 2 വൈ കൊടുത്തോണ്ടാണ് ആ 2 ഡിജിറ്റ് വന്നത്. ബേസിക് ലോജിക്. പിന്നെ നമുക്ക് ഇയറിന് 3 കൊടുത്ത 4 കിട്ടും. കാരണം ഇയറിൽ 3 കൊടുത്തൊരു കാര്യമില്ല, സിസ്റ്റം എന്താ ജനറേറ്റ് ചെയ്യാം, ഒന്നും തരില്ല. മന്തിലാണെങ്കിൽ ഓക്കെ. ഇയറിന് 3 ഡിജിറ്റ് കൊടുത്ത എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല. 201 അത് കിട്ടുള്ളൂ, ഒരു കാര്യമില്ല. 2013 കിട്ടണ്ട. അപ്പൊ 4 or 3 കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്കായിട്ട് ഞാൻ ഷീറ്റ് മറ്റേ ഡിലീറ്റ് ചെയ്തു പോയി, ഒന്ന് ഹോൾഡ് ചെയ്യാൻ. ഞാൻ ക്വിക്കായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. സെയിൽസ് നെയിം, റവന്യൂ, ഒന്ന് കോപ്പി പേസ്റ്റ്. പിന്നെ ഒന്നുണ്ട് കേട്ടോ, സ്ലൈസർ ഞാൻ പഠിപ്പിക്കാൻ നേരത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഫസ്റ്റ് കോമൺ ആയിട്ട് ജോഗ്രഫി എന്ന സംഭവം ഇവിടെ ഫിറ്റ് ചെയ്തത്. അത് മാൻഡറ്ററി അല്ല കേട്ടോ. ഞാൻ അവിടെ ഫിറ്റ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഫിൽട്ടർ ചെയ്യുമ്പോൾ നോർമൽ ഫിൽറ്ററിൽ ഇന്ററാക്റ്റീവ് വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഫിൽറ്ററിൽ ബോക്സ് ഇടണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്ലൈസറിൽ അതിനാണല്ലോ സ്ലൈസർ വന്നത്, നോർമൽ അവിടെ വെച്ചത് മാത്രം. പിന്നെ അതിൽ സെറ്റിംഗ്സ് കൗണ്ട് തേർഡ് വൺ ലെറ്റ് മീ 3 റിപ്പോർട്ട് ഉണ്ടാക്കി. അതിൽ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്ലൈസർ ഇൻസേർട്ട് ചെയ്യുന്നു. നമുക്ക് ഇനി ചെയ്യാം. ഇയർ വെച്ചു. ഓക്കെ, ഞാൻ ഇവിടെ ഒറ്റ ഇയർ ഉള്ളൂ, മറ്റേ ഡിലീറ്റ് ചെയ്തു പോയി. ഓരോന്നിനും എനിക്ക് ഇത് വേണം. എന്ത് വേണം? ചാർട്ട് വേണം. ഫസ്റ്റ് ചാർട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ചാർട്ട്, പിവോട്ട് ടേബിൾ അനാലിസിസ്. അതിൽ താഴെ ചാർട്ട് എന്നുള്ളൊരു ടാബ് കാണാം. അതിൽ ഞാൻ എന്താക്കുന്നു, കോളംസ് എടുക്കുന്നു. കുറെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആട്ടോ. മിനിമൈസ് ചെയ്ത് വെച്ചു. സെക്കൻഡ് എടുത്തു, അതിലേക്ക് ഞാൻ ചാർട്ട് ഇൻസേർട്ട് ചെയ്തു. പൈ ചാർട്ട് ഓപ്റ്റ് ചെയ്ത് വെച്ചു. ഇത് 20 വർഷം മുന്നേ ഉള്ള അല്ലെങ്കിൽ 20 വർഷം മുന്നിലെ വേർഷന്റെ ഫീച്ചർ ആണ്. ആ ചാർട്ടിലെ ഫീച്ചർ ആണ് എപ്പോഴും ഉള്ളത്. ഒരു അപ്ഗ്രേഡേഷൻ ഇല്ലാത്തൊരു ഒറ്റ ഏരിയ ആണ്, ടു ബി ഫ്രാങ്ക്, ചാർട്ട് ഇൻ സെക്ഷൻ, പിവോട്ട് ചാർട്ട്. ഐ മീൻ ഈ ഒരു ചാർട്ട്സ് ആൻഡ് ഇതിന്റെ ഡാഷ്ബോർഡ് സെക്ഷൻ. വലിയ മാറ്റമൊന്നുമില്ല, അവർ മാറ്റം വരുത്തിയിട്ടുമില്ല. പിവോട്ട് ചാർട്ട്, അതിൽ ലൈൻ ചാർട്ട് ഓപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ കണക്ട് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇയർ മാറ്റുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയർ വെക്കാം, എൻ്റെ തെറ്റ് ഇയർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജോഗ്രഫി വെക്കുന്നു. ഞാൻ ഇവിടെ കണക്ട് ചെയ്താലും, ഏതിൽ സ്ലൈസർ കണക്ട് ചെയ്താലും ഇതേ റിഫ്ലക്ഷൻ തന്നെ, പിവോ ടേബിൾ അതേ റിഫ്ലക്ഷൻ തന്നെ എന്തിലുണ്ടാവും? നമ്മളെ ചാർട്ടിലും ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കാണുന്നു മാറുന്നു നോക്കി നോക്കൂ. സി, മാറുന്നുണ്ടോ? ചാർട്ടും അറ്റ് ദി സെയിം ടൈം ടേബിളും.
ഇതിലൊരു ഡൗട്ട് വെച്ചോട്ടെ, ഡൗട്ടല്ല, ഹലോ, ആ കേൾക്കുന്നുണ്ട്, ഇതിപ്പോ നമ്മൾ പറഞ്ഞു. ഈ ചാർട്ട് സെലക്ട് ചെയ്യുന്നത് നമുക്ക് അത് ഇപ്പോൾ ഇതിൽ ഫസ്റ്റില് പിന്നെ കോളം ചാർട്ട് ചെയ്തു, രണ്ടാമത്തെ പൈ ചാർട്ട് ചെയ്തു, മൂന്നാമത്തത് ലൈൻ ചാർട്ട് ചെയ്തല്ലോ. എന്തിന്റെ അപ്പൊ ബേസിലാന്നല്ലേ? നമ്മൾ എങ്ങനെയാണ് ഈ ലോജിക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ലോജിക് വളരെ സിമ്പിൾ ആണ്. അതായത് ഞാനത് പവർ ബിയിൽ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് പൈച്ചാർട്ടൊക്കെ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പൈച്ചാർട്ടിൽ നോക്കൂ. ഞാൻ എന്താ ചൂസ് ചെയ്തത്? ഈ ഒരു സെയിൽസ് റെപ്പ് നെയിം അല്ലേ, അതൊരു 3 to 5 ഫീൽഡാണ് ഇവിടെ ആകെയുള്ളത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരിക്കലും പൈച്ചാർട്ട് ചൂസ് ചെയ്തു. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണ്? കോളം ചാർട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു കമ്പാരിസൺ ഉണ്ടാവും, പ്രോഫിറ്റും സെയിലും കമ്പയർ ചെയ്യാൻ ട്രെൻഡ് അനാലിസിസിനൊക്കെ ലൈൻ ചാർട്ടാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൽ ഒറ്റൊന്നും സെയിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ പ്രോഫിറ്റും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ ഇതിന്റെ ഡെപ്ത് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്ത് ലോജിക്, അത് അധികം ചോദിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഇന്നലെ ഒരാളുടെ ഡൗട്ടിൽ ചോദിച്ച പോലെ തന്നെ പ്യൂർ ടേബിളിൽ റോസിലേക്കും കോളത്തിലേക്കും സംഭവം ഓക്കെ, പക്ഷെ എന്ത് ബേസിലാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാന്നുള്ളത് ഫീൽഡ്, അതേ ചോദ്യങ്ങൾ ചോദിച്ചത്. നല്ല ക്വസ്റ്റ്യൻ ആണ്, എന്ത് ബേസിലാണ് ചാർട്ട് ചൂസ് ചെയ്യാന്നുള്ളത്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് ലോജിക് ഞാൻ പറഞ്ഞു തരാം എന്തായാലും. ഓക്കെ, മനസ്സിലായി. അതിന്റെ ഒരു ലോജിക് ഞാൻ പറഞ്ഞുതരാം. ഈ പവർ ബി വിഷ്വൽ എന്നുള്ളൊരു കോമ്പണന്റ് വരുന്നുണ്ട് പവർ ക്വറി പോലെ. ആ വിഷ്വൽസിൽ കംപ്ലീറ്റ് ഇതിനെ പറ്റി ഞാൻ എടുക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്ത് ബേസിൽ ഏത് ചാർട്ട്. നമുക്ക് വെറുതെ ചുമ്മാ റാൻഡംലി എടുത്തിട്ട് കാര്യമില്ല, എഫക്റ്റീവ് ആണ്. അത് ഞാൻ പറഞ്ഞ എല്ലാത്തിനും ലോജിക് ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു സെപ്പറേറ്റ് ഷീറ്റ്, ഇപ്പം ടേബിൾ ഒരു ഷീറ്റിലായിക്കോട്ടെ, പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കി. ഇത് നമുക്ക് ചാർട്ടിന് മാത്രം. ഫോർ എക്സാമ്പിൾ ഞാൻ റീനെയിം ചെയ്യുന്നു, പിവോട്ട് ടേബിൾ. സെപ്പറേറ്റ് ഷീറ്റിൽ ഞാൻ പിവോട്ട് ചാർട്ട്. ഇതിലേക്ക് എനിക്ക് വേണമെങ്കിൽ സ്ലൈസറും ടൈം ലൈനും ഉണ്ടല്ലോ, അല്ല സ്ലൈസർ അല്ലെങ്കിൽ ടൈം ലൈൻ അല്ലെങ്കിൽ ചാർട്ട് ഒരുമിച്ച് ഇതിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സെലക്ഷൻ നമുക്ക് അറിയാം. സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്താൽ മതി. കണ്ടില്ല, അപ്പൊ ഒരുമിച്ച് നമുക്ക് സെലക്ട് ആവും. അതായത് സ്ലൈസർ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള ചാർട്ട് ഓപ്റ്റ് ചെയ്യുന്നു, കട്ട് ചെയ്യുക, കൺട്രോൾ എക്സ്, കൺട്രോൾ ബി. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ഷീറ്റിൽ എന്താക്കാൻ പറ്റും, കീപ്പ് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ഇന്ററാക്ഷൻ ഫീച്ചറോട് ഡിസേബിൾ ആവില്ല കേട്ടോ. സ്റ്റിൽ നമുക്ക് ഒരു നീറ്റ്നെസ് ഉണ്ടാവും, കൺജസ്റ്റഡ് ആക്കേണ്ട. ഏത് ടേബിളും ചാർട്ടും ഒറ്റ ഷീറ്റിൽ. അതാണ് നിങ്ങൾക്ക് അയച്ചെന്ന ഷീറ്റ്, സാമ്പിൾ ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് നേരത്തെ ഇവിടെ കാണിച്ചു വെച്ചത്. ചാർട്ട് റിപ്പോർട്ട് വേറെ, ഡാഷ്ബോർഡ് വേറെ. അപ്പോൾ ഇതെങ്ങനെ ഡിസൈൻ ചെയ്താൽ ടൈം എടുത്തങ്ങ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റിൽ പോയിട്ട് ഏതെങ്കിലും ചൂസ് ചെയ്താൽ മതി. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ് കാണാം, ഡിസൈൻ ഉണ്ട്, അതിൽ ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ടൈം എടുത്ത് എങ്ങനെ അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഡിസൈനിലുള്ള കാര്യങ്ങൾ എങ്ങനെ, ഹൗ യു പ്രസന്റ് വിത്ത് പ്രോപ്പർ ഇൻസൈറ്റ്, ബേസ്ഡ് ഓൺ ദാറ്റ് they should able to take the decision. അതിലാണ് കാര്യം. കുറെ ഡിസൈനിൽ കാര്യമില്ല കേട്ടോ, കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നതാണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോറി അൽഫാൻ, ഞാൻ നിങ്ങൾ ആ ഒരു ചാർട്ട് മറ്റേ സ്ലൈസർ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തില്ലേ, അത് ഞാൻ ആ ഒരു പോർഷൻ വിട്ടുപോയി. ഏത് ലിങ്ക് ചെയ്തത്? നിങ്ങൾ ഇത് അല്ലേ? അതായത് ഞാൻ ഓരോ റെസ്പെക്റ്റീവ് എന്താണ് പറയാ ടേബിള് ചൂസ് ചെയ്തുകൊണ്ട് ചാർട്ട് സെലക്ട് ചെയ്തു, അത് ഇമ്പോർട്ട് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് അറിയാലോ, ഓരോ ടേബിൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ സ്ലൈസ് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തത്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് മാറുമ്പോൾ തന്നെ ചാർട്ടും മാറും. അല്ല ചാർട്ടിനായിട്ട് സെപ്പറേറ്റ് ലിങ്ക് ഇല്ല, ബാക്ക് എൻഡിൽ അത് വർക്ക് ആവും. അതായത് സ്ലൈസേഴ്സ് കണക്ട് ചെയ്യണ്ടേ? സ്ലൈസർ കണക്ട് ചെയ്യണം, പക്ഷെ ഞാൻ ഇനി സ്ലൈസർ എന്തായാലും ബൈ ഡീഫോൾട്ട് ഇതിൽ കണക്ട് ആവുമല്ലോ, ടേബിളിൽ കണക്ട് ചെയ്യല്ലോ. അറ്റ് ദി സെയിം ടൈം ബാക്ക് എൻഡിൽ ചാർട്ടിന് അത് കണക്ട് ആയിരിക്കും. സെപ്പറേറ്റ് ഇതിനായിട്ട് വേറെ കണക്ഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാനിപ്പോ നേരത്തെ കണക്ട് ചെയ്യല്ലോ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിൾ. അതായത് ഈ ടേബിളിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് എന്ത് ഡാഷ്ബോർഡ്. അപ്പൊ നിങ്ങൾ എന്താണ് അവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ടേബിളിലേക്ക്, അത് ഇവിടെ ഇമ്പാക്ട് ഉണ്ടാവുന്നു. മനസ്സിലായോ? Okay, now I'm gonna try it. Yeah. Okay.
ഈ സെയിം സ്ലൈസർ തന്നെ നമ്മൾ ഈ പവർ ബിയിലും ഉണ്ട് കേട്ടോ. സെയിം വിഷ്വൽസിൽ കാണാൻ പറ്റും സ്ലൈസർ, പക്ഷെ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള സാധനം പവർ ബി. ശരിക്കും കറക്റ്റ് എന്താ പറയാ റിപ്പോർട്ട് സ്ട്രക്ചറിൽ നമുക്ക് തരും. സ്ലൈസർ കാണാം അല്ലേ, ഇത് ഫയൽ ഉണ്ടോ? ഇതൊരു ബേസ് ലെവൽ റിപ്പോർട്ടാണ് കണ്ടില്ല, പവർ ബിയിൽ ഒരു സ്ലൈസറാണ്. ഇവിടെ തന്നെ കലണ്ടർ വൈസിൽ കണ്ടില്ല, ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ്, ടോട്ടൽ കൗണ്ട്, നമുക്ക് പിക്ക് ചെയ്യാം കലണ്ടർ ത്രൂ ഡേറ്റ് ഏതാണ്. ഇതൊരു ഇന്നലെ ട്രെയിനിങ് കൊടുത്തായിരുന്നു, ഒരു ബേസ് ലെവൽ. അപ്പോൾ ജോഗ്രഫി ഏതാണ് ഇവിടുന്ന് ചൂസ് ചെയ്യാം, ഏഷ്യയിൽ ഇത്ര. ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യും പവർ ബി ട്രെയിനിങ്. കാരണം വെച്ചാൽ അതിന്റെ റിസൾട്ട് കാണുമ്പോൾ കേട്ടോ, അത് ടീച്ചിങ് കൊണ്ടല്ല, ആ റിസൾട്ട് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് വേറെ ഉണ്ട്, വേറെ ലെവലാണ്. എന്നിട്ട് സ്ലോലി നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന അവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇത് ഇത്ര കോസ്റ്റുള്ള സംഭവമല്ല, ഫ്രീ ആപ്ലിക്കേഷൻ ആണ് ട്രെയിനിങ്, ഐ മീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട്. ഈവൻ പെയ്ഡ് ആയിക്കോട്ടെ, ഹാർഡ്ലി $10, അതായത് ഇന്ത്യൻ റുപ്പി 900 സംതിങ് വിത്ത് GST ആ പേ ചെയ്യുന്നത്. അതും ഡാറ്റ ഒക്കെ ഷെയർ ചെയ്യാനാണ് പെയ്ഡ് യൂസ് ചെയ്ത്. പിന്നെ എക്സ്ട്രാ ഡാഷ്ബോർഡ് ഒക്കെ കിട്ടാൻ AI വിഷ്വൽസ് ബൈ ഡീഫോൾട്ട് എല്ലാ വേർഷനിലും ഉണ്ടാവും. അപ്പോൾ സ്ലോലി നമുക്ക് പിച്ചിങ് ചെയ്യാം. എന്തായാലും എക്സലിന്റെ കുറച്ചും കൂടി ടോപ്പിക് ഉള്ളൂ. മെയിൻ എക്സൽ ടോപ്പിക് ഞാൻ പിവോട്ട് ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതിന് ശേഷം ലുക്കപ്പ് റെഫറൻസ് ഉണ്ട്, ഇഫ് ഫങ്ഷൻസ്, പിന്നെ സ്ലോലി നമുക്ക് അൽഫാൻ സോറി ചോദിച്ചോളൂ. സ്ലൈസർ ഇടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇടുന്ന പിവറ്റ് ടേബിളിന് നമ്മൾ പേര് കൊടുക്കുക, അതിന്റെ നെയിം ചെയ്യുക, രണ്ടാമത്തത് കണക്ഷൻ കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരെ? ശ്രദ്ധിച്ചു. കാരണം പേര് കൊടുക്കുന്ന കാരണം എന്താണോ, ഇത് ഒരുപാട് ഷീറ്റ് ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ഷീറ്റ് ഉണ്ടാവും. അതിന് മിക്സ് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പേര് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് സജഷൻ ആട്ടോ, പേര് കൊടുക്കണം. പിന്നെ കണക്ഷൻ വേണം. ബാക്കി നിങ്ങൾക്ക് കളറിങ് കാര്യങ്ങളൊക്കെ ഇറ്റ്സ് അപ് ടു യു, എങ്ങനെയാ വേണ്ടത്. കണക്ഷൻ രണ്ട് സൈഡിൽ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഇപ്പോൾ കണക്ഷൻ ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെയും കണക്ഷൻ ഉണ്ട്. രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരാൾ ചെയ്തപ്പോൾ നേരത്തെ എനിക്കൊന്ന് അഫ്ലെറ്റ് ആണെന്ന് തോന്നുന്നു ഷെയർ ചെയ്തത്, സ്ലൈസർ ക്ലിക്ക് ചെയ്ത് അവസാനം റിസൾട്ട് ഒക്കെ ഇൻകറക്റ്റ് ആയത്, അതായത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ ഒരു സംഭവം ഒരാൾക്ക് അയക്കാൻ നേരത്ത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി നോട്ട് ചെയ്യുക, ഓരോ സ്ലൈസറിന്റെ കോർണറിൽ ഈ റെഡ് കളറിൽ ഉണ്ടല്ലോ, അതായത് ഫിൽട്ടർ ചെയ്ത് വെച്ചതാ, അതൊന്ന് റിമൂവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ ബൈ ഡീഫോൾട്ട് ഇതിലേക്ക് മാറും. മറ്റേ നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും, അത് എന്തായി കറക്റ്റ് ആൻസർ അല്ലല്ലോ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് പോകരുത്, അൺഫിൽട്ടർ ചെയ്യുക എല്ലാം. മേക്ക് ഷുവർ ഒരാൾക്ക് അയക്കാൻ നേരത്ത്. എൻ്റെ ഇതിൽ നെക്സ്റ്റ് ഇനി എന്തായാലും നെക്സ്റ്റ് ട്യൂസ്ഡേന്റെ ഉള്ളിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു ഇതിൽ ഇനീഷ്യലി കുറച്ച് ആൾക്കാർ പറയുന്നു പിവോട്ട് ടേബിൾ ഇത്രയാണ്, എനിക്കറിയാത്ത ആൾക്കാരുണ്ട്, കുറച്ചെങ്കിലും കോൺഫിഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ റെക്കോർഡ് സെഷൻ അയച്ചുതരാം. ശേഷം ഇതിൽ വർക്ക് ചെയ്യരുത്, നിങ്ങളെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ERP ഡെമ്മി ഡാറ്റ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് വർക്ക് ചെയ്യും. അതായിരിക്കും നമ്മുടെ അടുത്ത ഡിസ്കഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാവും. ഇത് സിലബസ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കി, പക്ഷെ എന്റെ ഡാറ്റാബേസ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് പ്ലീസ്. കാരണം ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത സംഭവം, പക്ഷെ റിയലിസ്റ്റിക് ആയിരുന്നു കണക്ട് ചെയ്യാൻ നിങ്ങളുടെ ഡാറ്റാബേസ് ആയിട്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ഈവൻ വെനസ്ഡേന്റെ സെക്ഷനിലൊക്കെ. അൽഫാൻ, ഈ പവർ BI നിങ്ങൾ ഈ ഡാറ്റ ക്ലീനിങ്ങും കുറെ ഇങ്ങനത്തെ അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഓവർ ദ ടൈം ഇങ്ങനെ ഇംപ്രൂവ് ആകാനുള്ള ചാൻസസ് ഉണ്ടോ? ഒന്നുകൂടി പറയാം, പവർ BI ഡാറ്റ ക്ലീനിങ് ഒക്കെ മനസ്സിലായില്ല. നമ്മൾ ഈ ഡാറ്റ ക്ലീനിങ് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ് ആണല്ലോ കറന്റ്ലി. അത് ഓവർ ദ ടൈം, അത് കുറച്ചും കൂടി കഴിയുമ്പോൾ അത് ഈ AI ഒക്കെ വെച്ചിട്ട് സിസ്റ്റത്തിൽ തന്നെ ആവാനുള്ള ചാൻസസ് ഉണ്ടോ? ഉണ്ടാവും. കാരണം പറയാൻ ഞാൻ മനസ്സിലാക്കിയത് ഈ ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അറിയാം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇതിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്, ഈ എക്സൽ എന്നുള്ളത് 3 വർഷം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പവർ BI ഓരോ മന്ത് കൂടുമ്പോഴും ഇതിന്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ കോപ്പൈലത്തിനുള്ള സംഭവം കണ്ടിട്ടുണ്ടാവും. കോപ്പൈലറ്റ് ഹാർഡ്ലി ഇപ്പോൾ ഒരു 1.5-2 വർഷം മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവം, ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. AI ChatGPT ചാറ്റ് ബോട്ടാണ്. ലെഫ്റ്റ് സൈഡ് കാണുന്ന ആദ്യം ഈ ഒരു 3 റിബണേ ഉള്ളായിരുന്നു. ഇപ്പൊ ഡാക്സും TDML കാണാൻ പറ്റും, ഡെപ്തിലേക്കുള്ള സംഭവം. അത് പുതിയ വേർഷനിലാണ്, അത് പുതിയൊരു അപ്ഗ്രേഡേഷൻ 6 മാസം മുന്നേ വന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് വേർഷൻ അറിയുന്നത്? എക്സൽ നമുക്ക് വേർഷൻ അറിയാം, അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡ് കാണാൻ പറ്റും. പവർ BIന്റെ വേർഷൻ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എബൌട്ട് ഉണ്ട്, എബൌട്ട് കാണാൻ പറ്റും. ലാസ്റ്റ് വേർഷൻ January 2026 കഴിഞ്ഞ മാസം അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇനി ഈ മാസം മിഡിൽ വേറെ അപ്ഗ്രേഡേഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. മന്ത്ലി
അപ്ഡേഷൻ തന്നുകൊണ്ടേ നിൽക്കും നമുക്ക് പവർ ബി ഐ. പെയ്ഡ് വേർഷൻ നോട്ടിഫിക്കേഷൻ തരും. ഇപ്പൊ മഫ്ല ചോദിച്ചു ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് മാനുവൽ എഫേർട്ടിന് വരെ AI തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. തന്നേക്കാം, കാരണം ഇത് AI യുഗമാണ്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ് AI എന്നുള്ളത്. ആർക്കും അറിയില്ല, എന്താ ഫ്യൂച്ചർ അറിയില്ല. ഇലോൺ മസ്ക് വരെ പറഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഒരു സേഫർ സൈഡ് 20 വർഷത്തിനുള്ളിൽ ഒരു ഇതെല്ലാവരും ജോലി പോയിട്ട് AI അടിച്ചെടുക്കുന്ന പറഞ്ഞത്. പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞതാ മൂപ്പര്. നാളെ എന്താവൊന്നും അറിയില്ല, എന്തൊക്കെ ഫീച്ചർ ഇത് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിന് കൂടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ നിൽക്കണം, കാരണം ഇതൊരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോം ആയി പോയി. ഇതേപോലെ തന്നെ AI എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കമ്പനി മൈക്രോസോഫ്റ്റ് ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കമ്പനിയുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീംസിൽ ഒരു കോപ്പൈലറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ സെർച്ച് ചെയ്താൽ തന്നെ ഓൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നൈസ്. ടീംസ് ഞങ്ങളെ കമ്പനി യൂസ് ചെയ്യുന്നില്ലേ? നിങ്ങൾ ഖത്തറാ? അല്ലല്ല, ഓക്കെ. എൻ്റെ ഖത്തറിലെ ഞാൻ എല്ലാ കമ്പനിയും. ഞാൻ ബാംഗ്ലൂരിലുള്ള കമ്പനി, പക്ഷെ എൻ്റെ കമ്പനി പുറത്തത്തെ കമ്പനിയാണ്. ഓക്കെ, നൈസ് നൈസ്. അതൊരു കമ്പനി റൂൾ ആയിരിക്കും ടീംസ് അല്ലേ? അതെ. Nice, nice. കാരണം ഇന്റഗ്രേറ്റഡ് ആണല്ലോ, മൈക്രോസോഫ്റ്റിന്റെ ആണല്ലോ ടീംസ്. അതെ അതെ. കോപ്പൈലറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, കാരണം ഒരുപാട് ടൈമും എഫേർട്ടും ലാഭിക്കാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ കമ്പനി ഇൻഫർമേഷൻസും പിന്നെ ഔട്ട്സൈഡ് ഇൻഫർമേഷൻസും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ രണ്ട് ടാബായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ കൂടുതൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ 99% വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ സിലബസിനപ്പുറത്തേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലാസ്റ്റിലേക്ക് ഒരു 15 മിനിറ്റത്തെ ഡിസ്കഷൻ ആണ്. പക്ഷേ ഇമ്പാക്ട് ഉണ്ടാവും. അവിടെയാണ് നമ്മളെ കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ആവും. ഇത് ഓക്കെ. എക്സ്ക്യൂസ് മീ. ഈ ഹലോ. നമ്മൾ കോപ്പി ചെയ്തല്ലോ ചാർട്ട് വേറെ ഷീറ്റിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ ഇവിടെ എന്റെ പൈ ചാർട്ട് ഡിസൈൻ മാറ്റിയാൽ അതേപോലെ അവിടെ റിഫ്ലക്ട് ചെയ്യില്ല, മാറില്ല. പൈ ചാർട്ട് ഡിസൈൻ മാറ്റിയാലോ? എന്ത് മാറ്റിയാലോ? ഞാൻ മെയിൻ ഷീറ്റില് പിന്നെ ആ ഷീറ്റെല്ലാം ചാർട്ടെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് മെയിൻ വേറെ ഷീറ്റ് ഉദ്ദേശിച്ചത് ഷീറ്റിലേക്ക് ഡാറ്റയിലോ? അതായത് ഡാറ്റയിലല്ല, നമ്മൾ ഷീറ്റിലാണല്ലോ ചെയ്തത്. റിലേഷൻ എല്ലാം ചെയ്ത് കണക്ട് ചെയ്തില്ലേ, ആ നമ്മൾ സ്ലൈസറായി ഇൻസേർട്ട് ചെയ്തു. ആ അത് സ്ലൈസറും 3 ചാർട്ട് നമ്മൾ കോപ്പി ചെയ്ത് വേറെ പേജിലേക്ക് മാറ്റിയാണ്. യെസ്, ഞാൻ ഇട്ടു. സ്ലൈസർ മാറ്റുമ്പോൾ മാറുന്നുണ്ട്. പക്ഷെ ഓക്കെ. ഞാൻ ഇവിടെ ഇതിന്റെ ഡിസൈൻ മാറ്റുമ്പോൾ അതവിടെ മാറില്ല. എന്തിന്റെ ഡിസൈൻ? ഈ പൈ ചാർട്ട് ഡിസൈൻ അവിടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് മാറില്ല. ഈ പൈ ചാർട്ടിന്റെ ഡിസൈനോ? അതെ അതെ അതെ. ഇല്ല, മാറില്ല. കാരണം പൈ ചാർട്ട് ഡിസൈൻ അല്ല മാറ്റം. ഫോർ എക്സാമ്പിൾ നോക്കി കാണിച്ചു, ഡിസൈനിൽ പോയി ഞാൻ പൈ ചാർട്ട് ആക്കി. ഇവിടെ ഇത് എവിടെ മാറുന്ന? ഇവിടെ അല്ല ഇല്ല ഇല്ല, പുതിയ അത് ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത് വരും. ഇല്ലില്ല, മാറില്ല. അത് അതേ മാറുള്ളൂ. അതന്നെ ചോദിച്ചത്, എനിക്ക് കൺഫ്യൂഷൻ ആയി. നിങ്ങളെ ക്വസ്റ്റ്യൻ അതന്നെയാണോ അല്ലെങ്കിൽ വേറെ മനസ്സിലാക്കാം? അതെ അതെ അതെ. അതായത് ഇവിടെ മുമ്പത്തെ പേജിൽ ഡിസൈൻ മാറ്റിയാൽ അത് ഇവിടെ റിഫ്ലക്റ്റ് ആവുമെന്നുണ്ടായിരുന്നു. ചാർട്ടിന്റെ അല്ലേ? ചാർട്ടിന്റെ ആ ഡിസൈൻ ആ ചാർട്ടേ മാറുള്ളൂ. ഇന്നത്തെ സെഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. അൽഫ, യാ അഭിലാഷ് യാദവ്. പിന്നെ നമുക്ക് ഈ മാൻ പവർ പ്ലാനിങ്ങും അതുപോലെ ഗാങ് ചാർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ പവർ ബി വെച്ചിട്ടാണ് ചെയ്യുന്നതായിരിക്കും പവർ ബി. ബെസ്റ്റ് യെസ്, പവർ ബി അല്ലേ? ഏറ്റവും ബെസ്റ്റ് പവർ ബി. ഞാൻ കാണിച്ച ജാൻ ചാർട്ടൊക്കെ അതിൽ തന്നെ ഉള്ളത്. ഇത് വളരെ ലിമിറ്റഡ് ആണ്. ഉള്ള ചാർട്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഞാൻ ഇനീഷ്യലി ചോദിച്ചു, ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ടോ, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾക്ക് പവർ ബിയിലുണ്ട്. ഗാങ് ചാർട്ട് ഉണ്ട്. എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് എക്സൽ ഉണ്ടാക്കിയ ഗാങ് ചാർട്ട് ആണ്. പക്ഷെ ഓക്കെ. ഒരു ലൈഫ് കുറെ മുമ്പാരും ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ അതില്ലാതെ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർട്ടൊക്കെ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ? ഐ ഈ സെയിം സംഭവം ഞാൻ പവർ ബിയിൽ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അത് നമുക്ക് എക്സലിലേക്ക് വരാം. ഓക്കെ, ഈ എക്സൽ ചാർട്ട് ഇവിടെ ഫിനിഷ് ആവുന്നില്ല. ഓരോ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോ മാൻ പവർ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് അതും പവർ ബി തന്നെയാണോ? യെസ് യെസ്. കാരണം ഇപ്പൊ വരുന്ന നമുക്ക് കൺസൾട്ടിങ്ങിലേക്ക് വരുന്ന സർവീസ് ലെവൽ വരുന്ന ഇത് നിങ്ങൾ പറഞ്ഞ 2 കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, എക്സൽ അല്ല ചെയ്യും നമ്മൾ. ഓക്കെ
പവർ ബി ഐ ആണ് അല്ലേ? Yeah. അതൊക്കെ നമ്മൾ കവർ ചെയ്യായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും 100%. ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ കവർ ചെയ്ത് ആ സംഭവം കവർ ചെയ്തിട്ട് നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇന്നലത്തെ നിങ്ങൾ ഇല്ലാനല്ലോ ഇന്നലത്തെ ഡൗട്ട് ക്ലിയർ സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ വറീസ്. ശരി. ഓക്കെ ഗൈസ്, എന്തായാലും റിക്കോർഡ് സെഷൻ അയച്ചു തരാം. താങ്ക് യു. ബൈ. Thank you all of you. Yeah. Good night. Bye. Bye. Thank you. Yeah. Bye. ബൈ.